അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നല്ലവരായ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഭയങ്കര വർത്താനാണല്ലോ എല്ലാവരും. നിർത്തിക്കോളൂ. സീറ്റില്ലാത്തവർ വേഗം സീറ്റിലിരിക്കുക. ഞാൻ സാധാരണ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ സംസാരിക്കരുത് എന്ന ഒരാഗ്രഹം എനിക്കുണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റിക്ക്. ബുദ്ധിമുട്ടില്ലാത്തവർ, എഴുന്നേക്കാൻ പ്രയാസമില്ലാത്തവർ മാത്രം ഒന്ന് എഴുന്നേറ്റിക്ക്. എന്നിട്ട് അവിടെ സീറ്റില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സംഘാടകർ സീറ്റൊന്ന് റെഡിയാക്കി കൊടുക്കി. എന്നിട്ടൊന്ന് എല്ലാവരും ഒന്ന് നിശബ്ദരാവണം. കാരണം അതിന് താഴെ സീറ്റില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് മേലെ സീറ്റുണ്ട്. കുറച്ച് നേരം ശാന്തമാവട്ടെ എല്ലാവരും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച് നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക. അവ കേൾക്കുന്ന സമയത്ത് മറ്റുള്ള സംസാരങ്ങളില്ലാതെ ഒരല്പനേരം നിശബ്ദമായി, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ആരെങ്കിലും സൈലൻ്റ് ആക്കാൻ മറന്നവരുണ്ടെങ്കിൽ ദയവായി വേഗം അത് സൈലൻ്റ് ആക്കി വെക്കണം. ഇനി ആരുടെയെങ്കിലും ഫോൺ ബെല്ലടിച്ചാൽ അവർ ഈ പരിപാടിയിലേക്ക് 500 രൂപ സംഭാവന കൊടുക്കണം. പെട്ടെന്ന് സൈലൻ്റ് ആക്ക്. 500 പറഞ്ഞാൽ 500 പോകുന്ന കേട്ടാൽ പിന്നെ ഒന്നും കൂടെ ഒക്കെ ഫോണൊക്കെ ചെക്ക് ചെയ്യും എല്ലാവരും. അല്ല, അതൊക്കെ ഒരു സദസ്സിനോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൈലൻ്റ് ആക്കി. ഇനി നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സംസാരം കഴിയുന്നത് വരെ ഒന്നും സംസാരിക്കരുത്. ചിലപ്പോൾ മറ്റേ അമ്മായി ഇങ്ങനെ വരുന്നതൊക്കെ കാണും. അതൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. മറ്റേ മൂത്തപ്പാൻ്റെ മോള് പണ്ട് കണ്ടതായിരിക്കും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പരിചയപ്പെടലൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിന് സെഷൻ ഉണ്ട്. ഉച്ചക്ക് വൈകുന്നേരം വരെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് സമയം ഉണ്ടാവും. ഇപ്പം എന്നെ മാത്രം നോക്കുക. അതിൽ ചിലപ്പോൾ ഞാനുണ്ടാവും. ആ എന്നല്ല, ഈ എന്നെയാണ് നോക്കേണ്ടത്. കാരണം അയാൾ ഒറിജിനൽ ഇതാണ്. കാരണം നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വേറെ എന്തോ ആരോ നോക്കുകയാണെന്നൊക്കെ വിചാരിക്കും ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ നോക്കുക. ബാക്കിലുള്ള ആൾക്കാർ വേണമെങ്കിൽ എന്നെ നോക്കിയാൽ മതി. മുമ്പിലുള്ള ആൾക്കാർ ഏതായാലും എന്നെ നോക്കുക. അങ്ങോട്ട് നോക്കണ്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇനി എല്ലാവരും ഇരിക്കും. ബിസ്മില്ലാ. പിന്നെ കുട്ടികളുള്ള ആളുകൾ ശ്രദ്ധിക്കുക. കുട്ടികൾ കരയാണെങ്കിൽ അവിടെ തന്നെ ഇരുത്തിയിട്ട് അവരെ പ്രയാസപ്പെടുത്തരുത്. വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ നടക്കാം. ഓടി നടക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഓടി നടന്നോട്ടെ. അവർ കുഞ്ഞു പൂമ്പാറ്റകളാണ്. ആ പൂമ്പാറ്റകളാണ് നമ്മുടെ ഒരു സദസ്സിൻ്റെ ഒരു ബറക്കത്ത്. ചിലപ്പം നമ്മൾ കുറേ 30, 25, 40, 50, 60 വയസ്സായവരൊക്കെ ഉണ്ടാവും. നമ്മൾ കുറേ തെറ്റൊക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് വേണ്ടത്ര അടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ നിഷ്കളങ്കരായ പൂമ്പാറ്റകളായ തെറ്റുകൾ ചെയ്യാത്ത ആ നല്ല മക്കളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ സദസ്സ് അള്ളാഹു സ്വീകരിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു കുടുംബസംഗമം 3ാമത്തെ സംഗമമാണ് എന്നാണ് അറിഞ്ഞത്. ഇങ്ങനെ ഒരു സംഗമം നടത്തണമെങ്കിൽ അതിന് ബാക്കിൽ ഒരുപാട് വലിയ അധ്വാനമുണ്ട്. എക്കോ ഉണ്ടോ? എക്കോ ഉണ്ടെങ്കിൽ മോനെ കുറച്ചോളോ. എക്കോ അത്ര വേണ്ട. ഒരുപാട് അധ്വാനങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ടാവും. ഇതിൻ്റെ സംഘാടകരായ ആളുകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി അധ്വാനിച്ച് നമ്മൾക്ക് രാവിലെ കുളിച്ച മാറ്റി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ മതി. പക്ഷെ ഇതിൻ്റെ ബാക്കിലുള്ള ആളുകൾ അത്രയും വലിയ അധ്വാനം നടത്തിയിട്ടാണ് ഇത്രയും ആളുകൾ ഈ കരിപ്പൂരി കൊണ്ടോട്ടിയെടുത്ത് ഈ രാവിലെ തന്നെ വയനാട് നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് എന്ന് സംസാരത്തിലൂടെ ഞാൻ കേട്ടു. അവരൊക്കെ അത്രയും ദൂരം ഇന്നലെയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ പുറപ്പെട്ടിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ഏതായാലും എല്ലാവരുടെയും യാത്രയും ഇവിടെ സംഗമിക്കുന്ന സംഗമങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ഒരു കാര്യമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അപ്പോൾ പ്രത്യേകിച്ചും പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ കാലത്തെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കുക. സീറ്റില്ലാതെ അവിടെ ബാക്കിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഇവിടെ ഒഴിവുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടെത്തിയിട്ട് ശബ്ദകോലാഹലങ്ങൾ ഒന്നും ഇല്ലാതെ സൈലൻ്റായിട്ട് അവരെ എല്ലാ സീറ്റിലേക്കൊക്കെ ഇരുത്തണം. അവിടുന്ന് കുറേ എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കണ്ട. അത്യാവശ്യമുള്ളവർ മാത്രം അവിടെ നടന്നാൽ മതി. സാധാരണ നാട്ടിലൊക്കെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ഒരു 24 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങനെ നടക്കാനുണ്ടാവും. ഒരു 12 ആൾ ഇങ്ങോട്ടും നടക്കും. ഈ സംഘാടകർക്ക് ഈ പരിപാടി കിട്ടൂല. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. സംഘാടകരാണ് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത്. അത്യാവശ്യമുള്ളവർ മാത്രം ഇങ്ങനെ ഒന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുക. ബാക്കിയുള്ളവർക്ക് സ്വയം നിയന്ത്രിതരായാൽ മതി. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സീറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉള്ള സീറ്റ് അവിടെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഇരുന്ന് കൊടുക്കി. എന്നാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ മറികടന്ന് ഇങ്ങനെ ഇരിക്കേണ്ട. ഗ്യാപ്പൊക്കെ ഇല്ല. ഗ്യാപ്പും കൂടി ഇരുന്നിട്ട് അടച്ചോളി. എന്നാലും സൗകര്യമുണ്ട്. പിന്നെ വരുന്ന ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ ചെന്നാലും. അപ്പോൾ ഏതായാലും പുതിയ കാലത്ത്
കുടുംബത്തിന് വേണ്ടി സംഗമിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള, അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. ഈ പുതിയ കാലത്ത് ഇപ്പോൾ നമുക്ക് ഇവിടെ നടക്കുന്ന ഈ ഒരു പരിപാടി ഇതേ സെക്കൻഡിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട വിദേശത്തുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ സുഹൃത്ത് അവിടെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിലുള്ള വിദേശത്തുള്ള ആളുകൾക്ക് ഇതേ സമയത്ത് നമ്മുടെ പരിപാടി കാണാം. ഒരു 10-15-20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണത്. ഇപ്പോൾ പണ്ടൊക്കെ ചിലപ്പോൾ മക്കളുടെ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് ഉപ്പമാർക്ക് ഗൾഫിൽ നിന്ന് ചിലപ്പോൾ കഫീൽ ലീവ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾ അന്നും അവിടെ കഷ്ടപ്പെടുമായിരിക്കും, ജോലിയിൽ അല്ലെങ്കിൽ കടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് മകളുടെ കല്യാണത്തിന് അന്ന് പോലും ലീവ് കിട്ടാതെ ഗൾഫിൽ അധ്വാനിച്ചുകൊണ്ട് അയാളിങ്ങനെ സങ്കല്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു 12:30 എൻ്റെ മോളിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു 1:30 പുതിയാപ്പിള വരുന്നുണ്ടാവും. ഇപ്പോൾ 3 മണിയായി, ഇപ്പോൾ എൻ്റെ മോൾ ഇറങ്ങിയിട്ടുണ്ടാകും. ഇത് കാണാനോ ഒരു ഫോട്ടോ പോലും ആ സമയത്ത് ലൈവായിട്ട് കിട്ടാനുള്ള ഒരു ചാൻസ്, ഒരു വാട്സപ്പ് ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ജീവിച്ച പഴയ തലമുറയിലെ ആളുകൾക്ക് അത് വേഗം മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ പരിപാടി ഈ സെക്കൻഡിൽ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ വിയന്നയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മ്യൂണിക്കിൽ ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും, ജിദ്ദയിലോ മസ്കറ്റിലോ ബഹ്റൈനിലോ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈ പരിപാടി ഇപ്പോൾ കാണാൻ കഴിയും. അതായത് ടെക്നോളജി, സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ടെക്നോളജി വല്ലാതെ വികസിച്ചതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ശരിയാണ്. പക്ഷേ അതേപോലെ ഒരുപാട് നഷ്ടങ്ങളും ഇതുകൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ആ നഷ്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട ചില നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ, ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരാൾ ഇപ്പോൾ എൻ്റെ ഈ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആമുഖത്തിൽ പറയാം. അതായത് ഈ സംസാരം കേൾക്കുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന ചിന്തയിലാണ് എല്ലാവരും ഇരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയും, ഇൻഷാ അല്ലാഹ് പറയും കേട്ടോ. ഇത് എന്നെക്കുറിച്ചാണ്, ഇന്നല്ല, ഇയാളല്ല, നിങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് അറിയാം, ഉദാഹരണം പറഞ്ഞുതരാം. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് മാറുന്നില്ല, എന്തുകൊണ്ട് നന്നാവുന്നില്ല എന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ, അതായത് ഒരു തൊലിയുടെ ഡോക്ടർ വന്നിട്ട് ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു അടയാളം നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അത് നാളെ വെള്ളപ്പാണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഒരാളുടെ കയ്യിൻ്റെ ഇവിടെ ഒരു അടയാളം ഉണ്ടെങ്കിൽ അറിയാതെ മെല്ലെ പടച്ചോനെ ഈ അടയാളം മൂപ്പര് പറഞ്ഞ ആ ഒരു വെള്ളപ്പാണ്ടാവുന്ന അടയാളമാണോ എന്ന് അറിയാതെ ചെക്ക് ചെയ്യും. ഇല്ല, ചെക്ക് ചെയ്യൂലേ? ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ആക്കണം എല്ലാവരും, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം കേട്ടോ. അത് ഒരു ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ്. മനസ്സിലായോ? ആണെങ്കിൽ ഇങ്ങനെ ആക്ക്. അത് പ്രായമുള്ളവരൊക്കെ ആക്കണം. കാരണം എന്ന് വെച്ചാൽ ക്ലാസ് ഒരു 1 വേ ആവാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവിടെ നിന്നാൽ എല്ലാവരും കാണുമെന്നതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുക സാധാരണ. അത് എല്ലാവരും കൂടെ കാണുമെങ്കിൽ ഇവിടെ നിൽക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അവിടെ ഒരു അടയാളം ഇങ്ങനെ കാണിച്ചിട്ട് ഇത് വെള്ളപ്പാണ്ടിൻ്റെ ആദ്യഘട്ടമാണെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അടയാളം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പടച്ചോനെ ഇയാൾ ഈ പറഞ്ഞത് പണ്ടാരാണ് ഇങ്ങനെ ഇതിങ്ങനെ ചിന്തിക്കൂലേ? അതേപോലെ തന്നെ വേറെ ഡോക്ടർ വന്നിട്ടൊരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ, ഈ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വന്നിട്ട്, ഹൃദയത്തിൻ്റെ ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, ചില ആളുകൾ പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രത്യേകമായൊരു ഫീൽ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അയാളിങ്ങനെ ആലോചിക്കും, പഠിച്ചോ ഞാനിപ്പോൾ നാളെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഇങ്ങനെ ചിന്തിക്കൂലേ? എന്നാൽ ഇത് രണ്ടും കറക്റ്റ് അല്ലേ? എന്നാൽ ഒരു ആത്മീയമായ ഒരു പ്രഭാഷണത്തിൽ ഒരു പണ്ഡിതൻ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പറയാണ്, ചില ആളുകളുണ്ട് അവർ അസൂയുള്ള ആളുകളാണ്. ഇത് പറയുമ്പോൾ വേഗം അമ്മോസങ്ങാക്കാനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ വേഗം മൂത്തച്ഛനെ കുറിച്ചാണ് ചിന്തിക്കുക, അല്ലെങ്കിൽ അയൽവാസിനെ കുറിച്ച്, അല്ലെങ്കിൽ മൂത്താപ്പാനെ കുറിച്ച്, അല്ലെങ്കിൽ അളിയാക്കാനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അതായത് അത് ഞാനുമായിട്ട് കണക്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഭൗതികമായ നമുക്ക് സങ്കടം അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ വേഗം അത് നമുക്ക് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. അതേസമയം ആത്മീയമായ കാര്യങ്ങൾ, ഹസദിനെ കുറിച്ചോ അല്ലെങ്കിൽ അഹങ്കാരികളായ ആൾക്കാരുണ്ട്, അഹങ്കാരത്തിൻ്റെ 4 ലക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എണ്ണും. ഉസ്താദ് അല്ലെങ്കിൽ പിന്നെ ഒന്നാമത്തെ പറഞ്ഞോളി, 1 അതിൻ്റെ പിന്നെ മോശങ്ങാക്കുണ്ട്, രണ്ടാമത്തെ എന്താ അതുണ്ട്, മൂപ്പർക്ക് 3 അതുണ്ട്. ഇങ്ങനെ ഓരോന്നും അയാളെക്കുറിച്ച് വിലയിരുത്തുക, അത് എന്നെക്കുറിച്ച് വിലയിരുത്തൂല. അതുകൊണ്ടാണ് നമ്മൾ നന്നാവാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അവനവനെ കുറ്റപ്പെടുത്താൻ വേണ്ടി, വെറുതെ കുറ്റപ്പെടുത്തല്ല. നമുക്ക് ഈ കുടുംബസംഘം എന്ന് പറഞ്ഞാൽ കുടുംബം കാണുക, കൈ പിടിച്ച് സലാം പറയുക, കണ്ടുമുട്ടുക, ആ ഒരു ബന്ധം പുതുക്കുക, അതൊക്കെ വളരെ പവിത്രമായ കാര്യങ്ങൾ. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ ക്ലാസ് കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് നടപ്പിലാക്കാനുള്ള തീരുമാനവുമായിട്ടാണ് ഈ ഒരു പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരാൾ പുതിയ കാലത്ത് ജോലി കഴിഞ്ഞോ ബിസിനസ് കഴിഞ്ഞോ ഒക്കെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഫോൺ ഉണ്ടാവും. ഈ ഫോണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഈ ഫോണ് അദ്ദേഹം വീട്ടിലെത്തി അവിടെ ഇരുന്ന് നേരെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആളുകൾ അല്ലെങ്കിൽ കുറേ ആളുകൾ അങ്ങനെ ഉണ്ട്, അതാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഈ ഫോൺ എടുത്തിട്ട് അദ്ദേഹം അതിങ്ങനെ തോണ്ടും. ഈ ഫോൺ എത്ര സമയം ചാർജ് കഴിഞ്ഞിട്ട് ഓഫായി നിർത്തുക എന്നതല്ലാതെ ഈ ഫോൺ അങ്ങനെ തോണ്ടി പുതിയ തലമുറയിലെ കുറേ ആളുകൾക്ക് അഡിക്ഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ നെറ്റിൽ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക, പ്രോബ്ലമാറ്റിക് ഇൻ്റർനെറ്റ് യൂസ് അല്ലെങ്കിൽ കമ്പൽസീവ് ഇൻ്റർനെറ്റ് യൂസ്. ഇതൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചാൽ അഡിക്ഷൻ വരൂലേ, അതേപോലെ സമാനമായ അഡിക്ഷൻസ് വന്ന ആ ആളുകളെ കുറിച്ചുള്ള മനോരോഗത്തിൻ്റെ ലോകാരോഗ്യ സംഘടന നിർണയിച്ച പേരുകളാണ് പ്രോബ്ലമാറ്റിക് PIU എന്ന് പറയും, മറ്റത് കമ്പൽസീവ് CIU എന്ന് പറയും. അതേപോലെ തന്നെ വേറെ അങ്ങനെ കുറേ ഉണ്ട്. IAD എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡറാണ്. അതൊക്കെ ഒരു വിശാലമായ പഠനങ്ങൾ സൈക്കോളജി ലോകത്ത് നടന്നു കഴിഞ്ഞു. കാരണം നമ്മൾ ഈ ഇൻ്റർനെറ്റ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം, ഇപ്പോൾ നോർവേയിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ബെർഗൻ യൂണിവേഴ്സിറ്റി എന്ന് അതിൻ്റെ പേര്. ഈ ബെർഗൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ സിസിലി ആൻഡർസൺ എന്ന് പറയുന്ന ഒരു ലേഡി, അവരുടെ ഒരു സംഘം ആളുകളും ഒരു വലിയ പഠനം നടത്തി. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. അവർ വലിയ പഠനം നടത്തിയിട്ട് ആളുകൾക്ക് സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ അഡിക്ഷൻസ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു വലിയ പഠനം അവർ നടത്തി. എന്നിട്ട് BFAS എന്ന് പറയുന്ന ഒരു സ്കെയിൽ, നെറ്റിലടിച്ചാൽ കിട്ടും, ഞാൻ പറയുന്നൊക്കെ BFAS, ബെർഗൻ ഫേസ്ബുക്ക് അഡിക്ഷൻ സ്കെയിൽ എന്നാണ് എൻ്റെ പൂർണ്ണരൂപം. ഈ BFAS എന്ന് പറയുന്ന ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ, ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ നെറ്റിൽ കാണാൻ കഴിയും. ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക, ഇത്ര ക്വസ്റ്റ്യൻസിന് യെസ് എന്നാണ് ആൻസർ എങ്കിൽ നിങ്ങൾക്കും എനിക്കും അതുണ്ട് എന്ന് ചുരുക്കം. അതിൽ 1-2 വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കാതിരിക്കുമ്പോൾ ഒരിടങ്ങേറുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ നമുക്കുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇടയ്ക്കിടയ്ക്ക്, അതായത് ഇപ്പോൾ ആ സ്റ്റാറ്റസ് എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്ന് അറിയാഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല, അല്ലേ? ഉണ്ടാവാറില്ല, എല്ലാവർക്കും ഇല്ല. ഇത് ഞാൻ വേറെ നോക്കട്ടെ. പിന്നെ സോഫ്റ്റ് ഫോൺ, വാട്സപ്പ് ഇല്ലാത്തവർക്ക് കൈപൊക്കി. ശാന്തമായ ജീവിതം നയിക്കുന്ന ആൾക്കാരെ കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്. അവരോട് ചോദിക്കുക, അവരുടെ ജീവിതം എത്രമാത്രം ശാന്തമാണെന്ന്. വാട്സപ്പ്, ഈ സോഷ്യൽ മീഡിയ, ഈ കുന്തം കുടച്ചക്രം, ഇതൊന്നും ഇല്ലാത്ത ആളുകളില്ലേ, അവരുടെ മുഖത്തൊരു ശാന്തി സമാധാനം ഇങ്ങനെ കളിയാടും, ഇപ്പോഴും ഉണ്ടാവും. നമുക്കങ്ങനെയല്ല, നമുക്ക് ഈ സാധനം ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായത് കുറച്ച് മുമ്പ് കേരളത്തിലൊരു ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം വന്നിരുന്നു, ഓർമ്മയുണ്ടത്? ആ ഓർമ്മയുള്ളവർ കൈപ്പൊക്കി, ഇടയ്ക്ക് കയ്യും കാലൊക്കെ പൊക്കണം, നമുക്ക് കൈ പൊക്കുക. ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞൊരു ഗെയിം വന്നിട്ട് അതാകെ പ്രശ്നമായി. അത് കുറേ കുട്ടികൾ അത് ഗെയിം കളിച്ച് ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് ചാടി കയ്യും കാലും മുറിഞ്ഞ് മലപ്പുറം ജില്ലയിൽ ചില ഭാഗത്തൊക്കെ ചില കുട്ടികളും ആത്മഹത്യ ചെയ്തു. കാരണം എന്താ? ആ ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ കയ്യും കാലും ഒടിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ തുടങ്ങി. അപ്പോൾ കേരള ഗവൺമെൻറ് അത് മനസ്സിലാക്കിയിട്ട് വേഗം ഇടപെട്ട് ബ്ലൂ വെയിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്ന 10,000 ഡിവൈസ് അപ്പോഴത്തേക്കും കേരളത്തിലുണ്ടായിരുന്ന 10,000 ഡിവൈസിലും ആ ഗെയിം അവർ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. എൻ്റെ ചോദ്യം, ബ്ലൂ വെയിലിനെ പോലെ മാരകമായ ഗെയിം ഇന്ന് ഉണ്ട് എന്നോ ഇല്ല എന്നാണ് നിങ്ങൾക്ക് വിശ്വാസം? ഉണ്ടെന്നോ ഇല്ലാന്നോ? എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ ഗെയിമിനെ കുറിച്ചല്ല, ഞാൻ മറ്റേ വിഷയത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാണിത്, പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതായത് ബ്ലൂ വെയിൽ എന്തുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചറിഞ്ഞു, എന്തുകൊണ്ട് ഗവൺമെൻറ് വേഗം ഇടപെട്ടു, എന്തുകൊണ്ട് വേഗം ആക്ഷൻ എടുത്തു, എന്തുകൊണ്ട് ഇല്ലാതാക്കി? അതിന് 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, ബ്ലൂ വെയിലിൻ്റെ അപകടം വ്യക്തമായിരുന്നു. അതായത് കാല് ഒടിയുക, ചാടി മരിക്കുക, അത് വളരെ നമ്മുടെ കൺമുമ്പിൽ വ്യക്തമായി വേഗം മനസ്സിലാവാൻ മാത്രം പ്രകടമായ പ്രശ്നങ്ങൾ അതിനുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, വേഗത്തിൽ അതിൻ്റെ അപകടം നമ്മൾ കാണുകയും ചെയ്തു. ഗെയിം കളിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ചാടിയിട്ട് കൈയും കാലും ഒടിഞ്ഞു. ആ വേഗം റിസൾട്ട് കണ്ടു, നെഗറ്റീവായ റിസൾട്ട് കണ്ടു. 2, വ്യക്തമായിട്ട് കണ്ടു. എന്നാൽ അതിനേക്കാളും മാരകമായ അപകടകരമായ പല ഗെയിമുകളും നമ്മുടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ PUBG പോലെ, ഫ്രീ ഫയർ പോലെ, ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലെ, അങ്ങനെയുള്ള പല ഗെയിമുകളും നമ്മുടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ അവർ പറയും അതിൻ്റെ കൂട്ടുകാരൊക്കെ കളിക്കുന്നുണ്ട്. ഒരാൾ കള്ളുപിടിക്കുന്നുണ്ട്, അപ്പോൾ കള്ളുപിടിക്കണ്ട, കള്ളുകൂടി തെറ്റാണെന്ന് തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ കള്ളുപിടിക്കുന്നുണ്ട് എന്നത് അതിൻ്റെ മറുപടിയാണോ? കള്ളുകൂടി ഒരു തുള്ളിയാണെങ്കിലും കള്ള് തെറ്റാണെങ്കിലും തെറ്റാണല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഫ്രീ ഫയർ കളിച്ചാൽ കുഴപ്പമുണ്ടോ? വല്ലപ്പോഴൊക്കെ കള്ള് കുടിച്ചാൽ കുഴപ്പമുണ്ടെങ്കിൽ ഇതും കുഴപ്പമാണ് എന്നതുപോലെ തന്നെ അതിൻ്റെ കാരണം എന്താണെന്നറിയോ?
ഏത് സെക്കൻഡിലാണ് ഇതിന് അടിമപ്പെട്ട് പോവുക എന്ന് പറയാൻ കഴിയില്ല. ഇനി ഒരു മാതാപിതാക്കൾ പറയാണ്, ഒരു ഉപ്പ പറയാണ്, ഒരു ഉമ്മ പറയാണ്, സാറേ അതിപ്പോൾ വല്ലപ്പോഴൊക്കെ എൻ്റെ കുട്ടി കളിക്കുന്നുള്ളൂ, അത് സാരമൊന്നുമില്ല, അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കണ്ടുവെക്കുന്നത് നല്ലതാണ്. ഭാവിയിൽ ഉപകാരം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ലാസ്റ്റ് ഇവനെ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കേണ്ടി വരും. അഡ്മിറ്റ് ആക്കിയിട്ട് ഇവനെ ചികിത്സിക്കാൻ പറ്റും നല്ലൊരു ഡോക്ടറെ ഒരു ഡീറ്റെയിൽസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ച് ഏതെങ്കിലും ഒരു നല്ല കുതിരവട്ടത്ത് കോഴിക്കോടുള്ള മാനസികാരോഗ്യ കേന്ദ്രമോ അല്ലെങ്കിൽ തിരൂർ വെട്ടത്തുണ്ട് അവിടെയോ അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് ഏതെങ്കിലും ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഈ ഇത്തരത്തിലുള്ള ഗെയിമുകൾ കളിച്ച് അവർ അപകടത്തിലേക്ക് പെടുന്നു. നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം കഴിഞ്ഞിട്ടില്ല, അതിലേക്ക് തിരിച്ചു വരുന്നത് ഇടയ്ക്കൊരു ഉദാഹരണം പറഞ്ഞതാണ്. പക്ഷേ ഇതിലും പോയിന്റ് ഉള്ളത് കൊണ്ട് ഞാനിത് പറയുന്നത് മാത്രം. നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ചില കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികളുടെ പ്രധാനമായും ബിഹേവിയറൽ ഡിസോർഡറായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം, സ്വഭാവത്തിലുള്ള പെരുമാറ്റത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്, പുതിയ തലമുറയിലെ പല കുട്ടികളും സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നിടത്ത് പരാജയമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ, ഒരു സൽക്കാരം ഉണ്ടായാൽ, ഇപ്പോൾ നമ്മളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ ചെയ്ത കാര്യങ്ങൾ അവിടെ ഉള്ള പലരും ചെയ്തതാണ്. കല്യാണം ഉണ്ടായി നമ്മൾ ആദ്യം മയണ്ട് പറയും, ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോട്ടെ എന്ന് ചോദിക്കും. അതൊരു രസമായിരുന്നു. നമുക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ വരും, അപ്പോൾ അവരിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, കറി ഇങ്ങനെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ബിരിയാണിയിൽ അച്ചാറ്, അതുപോലെ തന്നെ എന്താണ് വേറെ ഐറ്റം, തൈര് ഐറ്റം സാധനത്തൊക്കെ എടുത്തു. അതൊരു രസമായിരുന്നു. ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികളെ ഇങ്ങനെ ചെറിയ കൊച്ചു സേവനങ്ങൾക്ക് കിട്ടില്ല. അവർ എവിടെയെങ്കിലും സദസ്സിൽ ഒന്ന് പല ആൺകുട്ടികളും പല പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ പറയുന്നു അവർ കല്യാണത്തിന് വരാൻ തന്നെ താല്പര്യമില്ല. കല്യാണത്തിന് ഞാനിവിടെ ഇരുന്നോളാന്ന് പറയാം. കാരണം ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഈ സോഷ്യൽ മീഡിയ കാലത്തേക്ക് എത്തിയപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇത് നിസ്സാരമായ കല്യാണത്തിന് പോരാത്ത പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട. ഭാവിയിൽ ഈ കുട്ടി ഒരു MBA പാസ്സായി, MBAയിൽ HRO അല്ലെങ്കിൽ എന്തെങ്കിലും MBAയിലൊരു മാർക്കറ്റിംഗ് എന്തോ ഒരു സാധനം പാസ്സായി, ഒരു കമ്പനിയിൽ ജോലി കിട്ടി, ഒരു ടീമിൻ്റെ ഹെഡായിട്ട് ഒരു മാനേജറായിട്ട് ഇവൻ മാറിയാൽ ഇവൻ അവിടെ പെർഫോം ചെയ്യാൻ കഴിയില്ല. കാരണം സമൂഹമായിട്ട് ബന്ധപ്പെട്ട്, സമൂഹമായിട്ട് സംസാരിച്ച്, സമൂഹമായിട്ട് ഇടപഴകി, സമൂഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടത്തി ഒരു ടീമിനെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവൻ ഡെവലപ്പ് ചെയ്തെടുത്തില്ല. ഇവൻ അത് ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്ന കാലഘട്ടത്തിൽ ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ ചെവിയിൽ ഒരു അതിൻ്റെ സാധനം വെച്ചിട്ട് ഇതിങ്ങനെ കേട്ടൊരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം. കുട്ടികളെ മാത്രമല്ല, ആദ്യം വാപ്പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അടുത്തിൻ്റെ അടുത്തൊരു വാപ്പാനെ ഒരു വാപ്പ ഒരു മോനെ കൊണ്ടുപോകുന്നു. ഒന്നും വിചാരിക്കരുത്, ഇതൊക്കെ തുറന്ന് പറയില്ല, നിവൃത്തിയില്ല. പണ്ടൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചായിരുന്നു സംസാരിച്ച് ചില കാര്യങ്ങൾ. ഇപ്പം അങ്ങനെ തുറന്ന് പറയില്ല, നിവൃത്തി ഇല്ലാതായിപ്പോയി. ഇത് തുറന്ന് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. നാളെ പിന്നെ കൺസൾട്ടിങ്ങിന് പിന്നെ വരും. ഒരു വാപ്പ ഒരു മോൻ, ഇത് രസകരമായൊരു സംഭവം, എൻ്റെ ലൈഫിൽ ഉണ്ടായൊരു സംഭവം. ഒരു വാപ്പ ഒരു മോനെ കൺസൾട്ടിങ്ങിന് കൊണ്ടുവന്നു. ഒരു വാപ്പ പറയാണ്, സാറേ ഇവന് വല്ലാതെ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്ന പണിയാണ്. എന്നിട്ട് വാപ്പ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മോനോട് ഇരുത്തിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, എന്നിട്ട് പിന്നെ ഞാൻ മോനോട് സംസാരിക്കാം. വാപ്പ അപ്പുറത്തുണ്ട്. ചില കേസിൽ നമ്മൾ മാതാപിതാക്കളെ പുറത്താക്കിയിട്ടാണ് സംസാരിക്കുക, ചിലതിൽ അവിടെ ഇരുത്തി സംസാരിക്കും. ചില മാതാപിതാക്കളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഈ മോനോട് സംസാരം തുടങ്ങിയത് മുതൽ എന്തിനാ കൊണ്ടുവന്ന് മൊബൈൽ ഫോൺ അഡിക്ഷനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മോനോട് സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ ബാപ്പാൻ്റെ പണി എന്താണെന്നറിയോ? ഇതിങ്ങനെ തോണ്ടയാള്. അപ്പം ഞാൻ നിർത്തി. അല്ല, ഞാൻ ചോദിച്ചു, ഇത് ആർക്കാണ് കൗൺസിലിംഗ് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഒരു മകനോട് ഞാൻ സംസാരിക്കുന്ന 5 മിനിറ്റ് ഒരു ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കാൻ മാത്രമുള്ള ഒരു അസ്വസ്ഥത പോലും ഇയാൾക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ മോനല്ലത്? അൽഹംദുലില്ലാ, പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് നല്ലൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ, വേറെ ചികിത്സ ഒന്നും ഇവിടെ ഇല്ല. തമാശക്ക് പറഞ്ഞു അയാളോട്. ഇത് അയാൾക്ക് മനസ്സിലാവണ്ടേ? എൻ്റെ മോൻ്റെ കാര്യം അപ്പോഴും ഇയാൾ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളെയും കുട്ടികളൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികളുടെ സാമൂഹ്യ ജീവിതം തകർന്നു പോയിരിക്കുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾ കല്യാണത്തിന് തന്നെ വരാൻ താല്പര്യമില്ല. കാരണം അവർക്ക് അപ്പോഴും അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സീരീസ് കാണുക, അല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ട് സമൂഹത്തിൽ ഇപ്പോൾ നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് പുതിയ തലമുറയിലെ, അതായത് ഒരു 16-15 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള, 25 വയസ്സിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഒരു സമൂഹത്തിലേക്ക് വന്നിട്ട് അമ്മായിനോട് അസ്സലാമു അലൈക്കും, മുത്തമ്മാനോട് അസ്സലാമു അലൈക്കും, മൂത്താപ്പാനോട് അസ്സലാം, ഇതിന് താല്പര്യമില്ലാന്ന്. അവർക്ക് താല്പര്യം ഒരെങ്കിലും മൂലയിൽ കോർണറിൽ പോയിട്ട് സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒന്ന് കല്യാണത്തിന് വരൂല. ഇനി അഥവാ വന്നാൽ തന്നെ എല്ലാവരോടും സംസാരിച്ച് കല്യാണത്തിൽ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ചോദിക്കും, ഇനി മൂത്താപ്പാനെ കണ്ടോ? ഏത് മൂത്തമ്മ? ഈ വല്യമ്മാനെ കണ്ടോ? അല്ലെങ്കിൽ മറ്റേ അപ്പുറത്തെ മറ്റേ അമ്മായിൻ്റെ മോളെ കണ്ടോ? ഇവരാരും കണ്ടിട്ടുണ്ടാവില്ല, ഇവരാരും മനസ്സിലാവുകയില്ല.
ആരാണ് മൂത്തമ്മ, ഏതാണ് ഇളാമ, ഏതാണ് ഈ അമ്മ, ഒരു കുടുംബ ബന്ധത്തിൻ്റെതായ ചില ആനന്ദങ്ങളില്ലേ, അത് ഈ പെൺകുട്ടിക്കല്ല ഈ ആൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവനെ അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ തോണ്ടി അവിടെ ഇരുന്നിട്ടുണ്ടാവും. അതിൻ്റെ എപ്പിസോഡൊന്ന് തീർത്തിട്ടുണ്ടാകും എന്നതല്ലാതെ പ്രത്യേകിച്ച് ഫലമില്ല. ഇത് പെൺകുട്ടികളാണെങ്കിൽ ഈ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വിട്ടാൽ, കല്യാണം കഴിച്ച് വിടപ്പെട്ട വീട്ടിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക? ഇന്നലെയും ഞാനൊരു കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. എന്താണെന്നറിയോ? കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ആ വീട്ടിലുള്ള എല്ലാവരുമായിട്ടും ഈ പെൺകുട്ടി ചേരുന്നില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല, കുറേ പെൺകുട്ടി അങ്ങനെയുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ പെൺകുട്ടി എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ഇരുന്നിട്ടേ ശീലമുള്ളൂ. പിന്നെ പഠിച്ചിട്ടാണ് ശീലമുള്ളത്. ഒരു സമൂഹവുമായിട്ടൊരു ബന്ധം വേണ്ടേ? നമ്മളാക്കിയത് ആരാ? ഇപ്പം ഈ സ്റ്റേജിലിരിക്കുന്ന കുറേ പ്രായമുള്ള ആളുകളുണ്ടാവും, സദസ്സിലിരിക്കുന്ന കുറേ ഉമ്മമാരുണ്ടാവും. ആ ഉമ്മമാരും ഉപ്പമാരും അല്ലേ നമ്മളെങ്ങനെ ആക്കിയത്? അതായത് കുടുംബത്തിൽ പ്രായമുള്ള ഉപ്പമാര്, ഉമ്മമാര്, വല്യമ്മമാര്, വല്യപ്പമാര്, ഇവരുമായി ബന്ധമില്ലാത്ത ഒരു പുതിയ തലമുറയിലെ മക്കൾക്ക് ജീവിതത്തിൽ ബറക്കത്ത് കുറവായിരിക്കും. അതാണ് ഈ പറഞ്ഞു വരുന്നത്. കാരണം എന്താ? ഒരു കുടുംബത്തിൽ 80 വയസ്സുള്ള ഒരു വല്യപ്പുണ്ടെങ്കിൽ, ഒരു 74 വയസ്സുള്ള ഒരു വല്യമ്മ ഉണ്ടെങ്കിൽ, ആ വല്യപ്പാൻ്റെയും വല്യമ്മാൻ്റെ അടുത്ത് ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾ പണ്ടത്തെ കാലത്തൊക്കെ വട്ടമിട്ടിങ്ങനെ പോയിരുന്ന് അവർ പറയുന്ന കഥകളും തമാശകളൊക്കെ കേട്ട്, അവർ പാടുന്ന കൊച്ചു കൊച്ചു പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഇപ്പോൾ വല്യപ്പ എന്ന് പറയുമ്പോൾ ഏത് വല്യപ്പ? ഹൂ ഈസ് വല്യപ്പ? ഇത് അറിയുന്നില്ല എന്ന്. നാളൊരു ടീച്ചർ എന്നോട് തമാശ പറഞ്ഞു, ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ടീച്ചർ, ഞാൻ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായ ഒരു സംഭവം, അത് സത്യമാണെങ്കില്ല ടീച്ചർ അനുഭവമാണെന്ന് എന്നോട് പറഞ്ഞതാണ്. ടീച്ചർമാരെ കളവ് അറിയില്ലല്ലോ, ഉള്ളതായിരിക്കും. ആ ടീച്ചർ പറയാൻ, പ്ലീസ് ടെൽ മീ യുവർ ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം. ഒരു കുട്ടിയോട് ടീച്ചർ ചോദിച്ചാണ്, മോനെ നിൻ്റെ വല്യപ്പാൻ്റെ പേര് പറയുമെന്ന്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ് എത്ര, പ്ലീസ് ഗീവ് മീ എ ക്ലൂ എന്ന്. വല്യപ്പാൻ്റെ പേര് ചോദിച്ചപ്പോൾ ഒരു ക്ലൂ തരുമെന്ന്. അള്ളാ, ചിരിക്കണ്ട. ചിലപ്പോൾ നമ്മുടെ കുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അള്ളാഹു കാത്തിരിച്ചുമാറവിടെ. ഇത് നിസ്സാരമല്ലാതെ ഞാൻ പറയാം. അപ്പം എന്ത് വേണമെന്നറിയോ? ഇപ്പോൾ ഉമ്മമാരും ഉപ്പമാരുമായിട്ടുള്ള ആളുകൾ മക്കളെ, നമ്മുടെ ഒരു അപ്പുറത്തൊരു ജനറേഷൻ ഉണ്ടല്ലോ വല്യപ്പോൾ, ഈ ടീമുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാനീ പറയുന്നത്. അതിന് ഇടയ്ക്കിടെ കുടുംബ സന്ദർശനങ്ങൾ നടക്കണം. അവൻ പറയും, മോനെ ഇന്ന് നമ്മൾ അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടി ചോദിക്കും, ഹു ഈസ് അമ്മായി? അമ്മായി മീൻസ് എൻ്റെ പെങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. ചിലപ്പോൾ എപ്പോഴും കാണുന്ന ആളുകളാണെങ്കിൽ പരിചയം ഉണ്ടാവും. അല്ലെങ്കിൽ വിദൂരമായ ഡിസ്റ്റൻസ് ഫാമിലീസ് ഇല്ലേ, ഈ ഫാമിലിയായിട്ട് ബന്ധങ്ങളില്ല. മാക്സിമം തൊട്ടടുത്ത അമ്മായി, തൊട്ടടുത്ത ഇളയമ്മ, തൊട്ടടുത്ത മൂത്ത, അതിനപ്പുറത്തേക്ക് കുടുംബ ബന്ധങ്ങൾ അറിയില്ല. അതേപോലെ പള്ളിക്കാട്ടിൽ ഖബറുകളുണ്ടാവും, വല്യപ്പാൻ്റെ വല്യമ്മ, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നാളെ നമുക്കവിടെ കിടക്കാനുള്ളതാണ് എന്നൊരു ബോധം ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ പുതിയ തലമുറയിലെ മക്കളെ പഴയ തലമുറയിൽ നമ്മുടെ വല്യപ്പന്മാർ, വല്യമ്മമാർ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികൾ കല്യാണം കഴിച്ചു വിട്ടാൽ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അവിടെ നേരിടുന്ന മർമ്മപ്രധാനമായ ഒരു പ്രശ്നം, ഈ പെൺകുട്ടികൾ അവിടെയുള്ള ഭർത്താവിൻ്റെ വീട്ടിലുള്ള ഇളയമ്മ, അവിടെയും കുറേ ആൾക്കാരുണ്ടാവില്ലേ, ആ കുടുംബത്തിൽ കുറേ ആൾക്കാരുണ്ടാവില്ലേ, ഇളയമ്മമാർ, അമ്മായിമാർ, ഇവരായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഈ പെൺകുട്ടി എപ്പോഴും കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടി എപ്പോഴും വീട്ടിൽ തന്നെ, വീട്ടിൽ നിന്ന് മാറുന്നില്ല, റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അവിടെ ഒരു അമ്മായി വന്നാൽ സംസാരിക്കാൻ വരുന്നില്ല, അവിടെ ഒരു ഇളയമ വന്നാൽ സംസാരിക്കാൻ വരുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ പേരിൽ അമ്മായിമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം. ഓക്കെ എപ്പോഴും റൂമിലിരിക്കലാണ് പണി. മരുമകൾ പറയും, ഞാനൊന്ന് റൂമിലിരുന്ന അമ്മായിമ്മക്ക് പ്രശ്നമാണെന്ന്. റൂമിലിരുന്നതല്ല പ്രശ്നം, അമ്മായി ഇളയമ വന്നപ്പോൾ റൂമിലിരുന്നതാണ് പ്രശ്നം. റൂമിലിരുന്നതല്ല, റൂമുണ്ടാക്കിയത് ഇരിക്കാൻ തന്നെയാണ്, വിശ്രമിക്കാൻ തന്നെയാണ്. അവിടെ വിശ്രമിച്ചതല്ല പ്രശ്നം. അതിഥി വന്ന സമയത്ത് സംസാരിക്കേണ്ട ആളുകളോട് സംസാരിക്കാൻ കഴിയാതെ ഇതിലേക്ക് വന്നതാണ് പ്രശ്നം. അപ്പോൾ ഇത് നമ്മുടെ പുതിയ തലമുറയിൽ നമ്മുടെ കുട്ടികളെ ഘട്ടം ഘട്ടമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു കുട്ടിയും ഗെയിം കളിച്ചാൽ പെട്ടെന്ന് അഡിക്റ്റഡ് ആവില്ല. ഇന്ന് ഗെയിം കളിച്ച് നാളത്തേക്ക് അഡിക്റ്റഡ് ആവില്ല, മറ്റന്നാൾ ഹോസ്പിറ്റലിൽ കൊണ്ടേ അവസ്ഥ വരില്ല. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലൂ വെയിൽ എന്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇടപെട്ടു, അതിൻ്റെ അപകടം പ്രത്യക്ഷത്തിൽ വേഗത്തിൽ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോഴുള്ള ഗെയിമുകൾ അങ്ങനെയല്ല. ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ കുട്ടികൾ അഡിക്റ്റഡ് ആയി പോകും. പിന്നെന്താ സംഭവിക്കാന്ന് തരാം? അപ്പോൾ പുതിയ തലമുറയിൽ നമ്മുടെ അടുത്ത് കൺസൾട്ടിങ്ങിന് കേസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നൊരു കേസാണ് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പരാതി, പഠനത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണെന്നറിയോ? ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നല്ല ബുദ്ധിയുണ്ട്. കേരളക്കാർ നല്ല ബുദ്ധി ഉള്ളവരാണ്. ഇന്ത്യക്കാർ പൊതുവെ, അതിൽ കേരളക്കാർ പ്രത്യേകിച്ചും നല്ല ബുദ്ധി ഉള്ളവരാ, ബുദ്ധിൻ്റെ കുറവില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ? ഈ സ്ഥിരമായിട്ട് വീഡിയോ, ഇത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ ഞാൻ പറയുന്നത്, സ്ഥിരമായി വീഡിയോ, സ്ഥിരമായി ഗെയിമുകൾ, സ്ഥിരമായി കാർട്ടൂണുകൾ, ഇത് കാണുന്ന കുട്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സ്ഥിരമായി കാണുന്ന കുട്ടി സ്ക്രീനുകളിൽ മൂവിങ് സ്ക്രീനാണ് ഉണ്ടാവുക.
മനസ്സിലായില്ലേ? ഗെയിം ആണെങ്കിൽ ഇങ്ങനെ സ്ക്രീന് മാറിക്കൊണ്ടിരിക്കും, വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കാർട്ടൂൺ ആണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. അതിന് മൂവിങ് സ്ക്രീൻ എന്നാ പറയാം. ഈ മൂവിങ് സ്ക്രീന് സ്ഥിരമായി കണ്ട് പരിചയപ്പെട്ട ഒരു കുട്ടിക്ക് മൂവിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്ന അവസ്ഥയിൽ ആ കുട്ടിയുടെ ബ്രെയിനിൻ്റെ ആംബിയൻസ് സെറ്റാവും. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ മൂവിങ് അല്ലാത്ത ചലിക്കാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്താ ചലിക്കാത്ത കാര്യം? നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, മാഷിങ്ങനെ അവിടെ ഇങ്ങനെ എഴുതുമ്പോൾ അത് ചലിക്കൂലല്ലോ, അതിൽ ഫോക്കസ് ചെയ്യാൻ കുട്ടിക്ക് കഴിയില്ല. അപ്പോൾ മാതാപിതാക്കൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്താണെന്നറിയോ? ഈ ഫോണ് നമ്മുടെ പിള്ളേരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ എങ്ങനെയൊക്കെ ഇതുകൊണ്ട് കേടുവരുന്നു, നശിച്ചു പോകുന്നു എന്നത് തിരിച്ചറിയാൻ കഴിയാത്ത മാതാപിതാക്കളുടെ മക്കളുടെ കയ്യിൽ ഫോൺ കിട്ടി. നമുക്ക് അറിയുന്ന പോലും ഇല്ല ഇതുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്. ചില വാപ്പാരൊക്കെ പറയും, എൻ്റെ മോന് 4 വയസ്സേ ഉള്ളൂ, അവന് ഫോണിൽ എല്ലാ ഓപ്ഷനും അറിയാമെന്ന്. അയാൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കര ടെക്നോളജിക്കലി സ്കില്ലിടാണെന്നാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അർത്ഥം ഒട്ടും ഫോൺ കൊടുക്കേണ്ടതെന്നല്ല. ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. WHO പഠനങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്കിടയിൽ പുതിയ തലമുറയിൽ പഠനത്തിൽ പിന്നാക്കം പോകുന്നു. അതിൻ്റെ കാരണം ഒരിക്കൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു. ഓഷ്യാനിയ അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ പഠനം നടത്തിയിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികളിൽ പുതിയ തലമുറയിൽ പഴയ തലമുറയിൽ ഉണ്ടായിരുന്ന അത്രയും സ്റ്റൂഡിയസ്നെസ്, അതുപോലെ തന്നെ അന്വേഷണ ത്വര, ഇൻവെൻറ്റീവ് മെൻറ്റാലിറ്റി എന്ന് തന്നെ പറയാം. അന്വേഷിച്ച് ഇങ്ങനെ കണ്ടെത്താനുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായില്ലേ, അത്തരത്തിലുള്ള പുതിയ കാര്യം അന്വേഷിച്ച് കണ്ടെത്താനുള്ള പ്രത്യേകമായ താല്പര്യം പുതിയ തലമുറയിൽ കാണുന്നില്ല. എന്നിട്ട് ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന പഠനം നടത്തി. ആ പഠനം നടത്തിയിട്ട് അവസാനം അത് കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൺക്ലൂഷനിൽ അവർ പറഞ്ഞത്, ജനങ്ങളോടെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് അവർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കണം അവസാനം. എന്നിട്ട് അവർ പറയുകയാണ്, ദയവ് ചെയ്ത് മാതാപിതാക്കളെ 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും ഒരു ഡിവൈസും നിങ്ങൾ കൊടുക്കരുത്. ഞാനതൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു ഉമ്മ ചോദിക്കുകയാണ്, അപ്പോൾ എങ്ങനെ ചോറ് കൊടുക്കുക? മനസ്സിലായോ സംഗതി മനസ്സിലായോ? ചോറെങ്ങനെ കൊടുക്കുക? കാരണം ചോറെങ്ങനെ കൊടുക്കുന്നറിയോ? ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കാർട്ടൂണായ സാധനം വെച്ച് കൊടുക്കും, അത് കൈ പിടിച്ചോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇങ്ങനെ തരും, അതിന് വിഷം കലക്കി കൊടുത്താലും കുടിക്കും. ഇത് എന്താണെന്ന് കുട്ടി നോക്കുന്ന പോലും ഇല്ല. ഓൻ്റെ ശ്രദ്ധ മൊത്തം ഇവിടെ. അപ്പോൾ ഇടയ്ക്കിങ്ങനെ അവൻ നിർത്തൂല. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണവും കഴിക്കും, നല്ല തടിയുണ്ടാവും കുട്ടി നല്ല. അപ്പോൾ ഇത് കൊടുത്താലെന്താ, കുട്ടി നല്ല ആരോഗ്യമൊക്കെ സംരക്ഷിക്കപ്പെട്ടു എന്നാണ് വിചാരം. ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, ഇതിന് അഡിക്റ്റഡ് ആയതാണ്. അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് കിടക്ക് വരുന്ന ഉപ്പമാർ വിചാരിക്കും, ഞാൻ വല്ലപ്പോഴൊക്കെല്ലാം വരുന്നുള്ളൂ, അവൻ ഫോൺ വയ്ക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കുക. വല്ലപ്പോഴും ഒരു ഫോൺ കൊടുത്താൽ അപകടം ഉണ്ടാവും എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടറെ കണ്ടെച്ചോളി. ഞാൻ തമാശ പറയല്ല, നമ്മുടെ മക്കൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കും മക്കളുണ്ട്, 4 മക്കളുടെ പിതാവാണ് ഞാൻ. മാഷാ അല്ലാഹ്, 10 മക്കളാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അയ്യോ നടക്കും അറിയില്ല, അള്ളാഹു എന്താ വിചാരിച്ചറിയില്ലല്ലോ. കുറേ മക്കൾ വേണം. എന്നിട്ട് ഒരു ജീപ്പ് നിറച്ച് കുട്ടികളൊക്കെ കൊണ്ടിട്ട് 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകണം. എൻ്റെ നാട്ടിലൊരാളുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് അള്ളാഹു താല പുറത്തു കൊടുക്കുക. അയാൾ മരിച്ചുപോയി. ഈ കഴിഞ്ഞ മാസം ആൾ മരിച്ചു. എൻ്റെ കുടുംബക്കാരനാണ്. അയാൾക്ക് 12 മക്കളാണ്. ഒറ്റ ഭാര്യയുള്ളൂ. ഒറ്റ ഭാര്യയിൽ 12 മക്കളാണ്. എൻ്റെ കുടുംബക്കാരനാണ്. അതിൽ ഒരാളിൻ്റെ കൂടെ പഠിച്ചതാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു കൊടുക്കട്ടെ. അത് തമാശയിൽ ഇങ്ങനെ പറയും, നിങ്ങളെ മക്കളൊന്ന് എണ്ണാൻ പറയുമ്പോൾ 1 മറ്റാൾ 2 തെറ്റല്ലോ 1 ഇങ്ങനെ എണ്ണു. അപ്പോൾ കുറേ മക്കളൊക്കെ ഉണ്ടെങ്കിലേ നല്ല രസമാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അൽ വലൂദ് അൽ വദൂദ്, നല്ല പ്രസവിക്കുന്ന, നല്ല സ്നേഹിക്കാനൊക്കെ അറിയുന്ന നല്ല പെണ്ണ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം. വേണ്ടി ലോകാരോഗ്യ സംഘടന പറയുകയാണ് 5 വയസ്സിന് താഴെ ഒരു കുട്ടിക്കും ഒരു ഡിവൈസും കൊടുക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ തീരുമാനം എടുത്തോ. കാരണം എന്താണെന്ന് പറയുക, നശിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. നല്ല ബുദ്ധിയുള്ളവരെ നമ്മുടെ മക്കളെ ഞാൻ ഉറപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ പറ, നിങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ, നിങ്ങളുടെ മക്കൾക്കാണോ ബുദ്ധി കൂടുതൽ? പറ അല്ലേ, മക്കൾക്കല്ലേ? പണ്ടാരാണ്. അതെന്താണെന്നറിയോ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ലാ തുഖല്ലിഖു അഖ്ലാഖക്കും ഔലാദക്കും ഫഇന്നഹു ലിഗൈരി സമനിക്കും എന്നുണ്ട്. നിങ്ങളെ മക്കളെ ആ പഴയ കാര്യങ്ങൾ പഠിപ്പിക്കണം. അവർ നെക്സ്റ്റ് ജനറേഷൻ്റെ മെമ്പേഴ്സാണ്. അതുകൊണ്ട് ടീച്ച് സംതിങ് അഡ്വാൻസ്ഡ് എന്നതിൻ്റെ അർത്ഥം. അതായത് നമ്മുടെ കുട്ടികൾക്കാണ് നമ്മളെക്കാളും ടെക്നോളജി സ്കില്ലുണ്ടാവുക. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ഒരാളൊരു വഴിയൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് വേഗം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് 4 ഇട്ടൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ. അത് മോശമല്ല, അത് ഒരു അവസ്ഥയാണ്. ഇനി അവരുടെ കുട്ടികൾക്ക് അവരെക്കാളും ബുദ്ധി ഉണ്ടാവും. പക്ഷേ അനുഭവ സമ്പത്ത്, പക്വത, പാകത അതൊക്കെ വലിയ മുതിർന്ന ആളുകൾക്ക് ഉണ്ടാവുക.
അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ വേണമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ഇതിന് പരിഹാരം എന്താണ്? ഈ സാധനത്തിന് ഇതിന് 5 വയസ്സ് വരെ ഇത് കൊടുക്കരുത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ലോകാരോഗ്യ സംഘടന വെറുതെ പറയില്ലല്ലോ. കുട്ടികൾ അത്ര നഷ്ടം ഉണ്ടായിട്ടല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഞാനിപ്പോൾ നമ്മുടെ തലമുറ അത് മുനീറാണ് അതിരിക്കുന്നത്. മുനീർ അല്ല മുനീറിൻ്റെ കൂടെ പഠിച്ചാണ്. മുനീറിൻ്റെ കുടുംബം മസാല മുനീർ ഞാൻ ഒന്നിച്ച് പഠിച്ചാ. ശരി, മുനീറിൻ്റെ കുടുംബമാണല്ലേ. വേറെ ഉണ്ടല്ലോ നമ്മളെ സഹീറുണ്ട്. സഹീർ എൻ്റെ നാട്ടുകാരനായ ഒരാൾ പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ കുടുംബമാണ്, ഞാൻ നാളെ അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ വേറെ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ. ഒരു 3-4 ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങളുടെ കുടുംബമാണ്. മുനീറിനെ എപ്പോൾ കാണാൻ? മുനീർ ഞാനും പണ്ട് സ്കൂളിലോ മദ്രസയിലോ എവിടെ ഒന്നിച്ചു സ്കൂളാ മുനീർ ഞാനൊരു നാട്ടുകാരനാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികളെ നമുക്ക് കൈവിട്ടു പോകുന്നു എന്നതാണ് വിഷയം. നന്നായി കൈവിട്ട് പോകുന്നുണ്ട്. ഇത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. ഒരു കാര്യത്തിൽ ഒരു അപകടം പറ്റിയാലേ നമുക്ക് അവിടെ ഒരു അമ്പുണ്ടാക്കുന്നതിനെ കുറിച്ച് കമ്മിറ്റിക്കാർ ആലോചിക്കുള്ളൂ. ഞാൻ അമ്പ് ചാടിയിട്ട് വല്ല അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത കമ്മിറ്റി യോഗത്തിൽ അമ്പ് പൊളിക്കാനാണ് തീരുമാനിക്കുക. ഒരു സ്കൂൾ ബസ് മറിഞ്ഞാൽ കേരളത്തിൽ എല്ലാ സ്കൂൾ ബസ്സും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരും. ഒരു ബസ് മറിയണം, അതുവരെ നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? ലോകാരോഗ്യ സംഘടന ഇത് പറഞ്ഞത് നമ്മുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ. ഇനി ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ ജനറേഷൻ ഉണ്ടല്ലോ. നമ്മുടെ ജനറേഷൻ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആ 90s പെട്ട ആൾക്കാരാണ്. ഞങ്ങൾ പറഞ്ഞാൽ എൻ്റെ പ്രായമുള്ളവരൊക്കെ 90s ആണ്. പിന്നെ അടുത്ത ജനറേഷൻ 2K കിഡ്സ് ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ ജെൻ സി എന്നാണ് പറയുന്നത്. ജെൻ സി ഞാൻ പറഞ്ഞത് വേറെ പറഞ്ഞുതരാം. ഒരു തമാശ എന്താണെന്നറിയോ? ഇപ്പം നിലമ്പൂര് വെള്ളപ്പൊക്കം ഉണ്ടായി. അതുപോലെ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് 90 കിഡ്സ് കിട്ടിയ വണ്ടിയും കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓടി ചെന്നിട്ട് വാഹനത്തിലൊക്കെ വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഓരോ ആളുകളെ തോണിയിലും വേറെയുള്ള ബോട്ടൊക്കെ സംഘടിപ്പിച്ച് അതിലൊക്കെ കയറിയിട്ട് ഓരോ ആൾക്കാരിങ്ങനെ റൂമിലേക്ക്, അഭയാർത്ഥി ക്യാമ്പിലേക്ക്, സ്കൂളുകളിലേക്ക്, മദ്രസകളിലേക്ക് ഇങ്ങനെ മാറ്റണം. ഈ 90 കിഡ്സ് ഒന്നും നോക്കിയില്ല. അവർക്ക് മുറിവ് പറ്റുന്ന 90 കിഡ്സ് മാത്രമല്ല, മുതിർന്ന ആൾക്കാരുണ്ട്. 2K കിഡ്സിൽ പെട്ടവരും അതിലുണ്ട്. എന്നിട്ട് ഈ ആളുകൾ എല്ലാവർക്കും സംരക്ഷണം ചെയ്ത് കൊടുത്ത് നല്ല സ്ഥലത്ത് അവർ അരിച്ചാക്കി വാങ്ങിക്കൊണ്ടുവന്ന്, പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്ന്, അവിടെ ചോറുണ്ടാക്കാനുള്ള ചെമ്പ് കൊണ്ടുവന്ന് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുക. ആ കൂട്ടത്തിലുണ്ട് ഇതിൽ പെട്ടൊരു കുട്ടി 2K കിഡ്സ്. ഈ 90 കിഡ്സ് അധ്വാനിച്ച് ഓരോ ആൾക്കാർക്കും സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോൾ 2K കിഡ് അവിടെ ഒരു 2K കിഡ് മനസ്സിലായില്ലേ? 2000-2000 ശേഷം ജനിച്ച കുട്ടി. ആ കുട്ടി മൂലയിരുന്നിട്ട് ചേട്ടാ വൈഫൈ ഉണ്ടോ? ഇത് മനസ്സിലായല്ലോ. ഇവിടെ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അധ്വാനിച്ചിട്ട് കിട്ടിയ തോണിയിലും അതേപോലെ വലിയ ബിരിയാണി ചെമ്പിൽ അതൊക്കെ തോണിയാക്കിയിട്ടൊക്കെ എന്നെ കൊണ്ടുവരുന്നത്. തോണി കിട്ടിയില്ല, കിട്ടിയ തോണിയിൽ വേറെ ആൾക്കാർ പോയി. അപ്പം ബിരിയാണി ചെമ്പുണ്ടായിരുന്നു. എന്നാൽ അതന്നെ തോണി എന്ന് പറഞ്ഞാൽ അതിൽ വല്യമാനൊക്കെ 102 വയസ്സുള്ള വല്യമാനൊക്കെ ബിരിയാണി ചെമ്പിലൊക്കെ ഇരുത്തിയിട്ട്, പിന്നെ സൗണ്ട് കൂട്ടല്ലേ ബിരിയാണി ചെമ്പിൽ ഇരുത്തിയിട്ട് പിന്നെ അതിന് ഇതിങ്ങനെ ചോറ് ഇളക്കുന്ന സാധനമല്ലേ, അത് പങ്കായൊക്കെ ആക്കിയിട്ട് മെല്ലെ വെള്ളത്തിൽ കൊണ്ടുവരിക. അപ്പോഴാണ് 2K കിട്ട് ചോദിക്കുന്നത് ചേട്ടാ വൈഫൈ ഉണ്ട്. അതിന് മലപ്പുറം ഭാഷയിൽ ഒരു മറുപടി പെട്ടലക്കുറ്റിക്കൊന്നും കൊടുക്കാൻ വേണ്ടത്. ഈ ഞാൻ എന്താ പറഞ്ഞത്, സമൂഹത്തിൽ എന്തൊരു അഭയാർത്ഥി ക്യാമ്പാണിത്. അല്ലെങ്കിൽ എന്താ പറയുക, ഞങ്ങൾ കുടുങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൊണ്ടുവന്നാക്കി ഞാനും കൂടെ ഇവരുടെ കൂടെ ചേർന്ന് അധ്വാനിക്കാണ് ഇപ്പോൾ വേണ്ടത്. വൈഫൈ സേട്ടാന്ന് ചോദിക്കല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും ഈ കുട്ടികൾക്ക് ഇല്ലാതായി പോകുന്നു എന്നാണ് ഈ പറയുന്നത്. അതെന്തുകൊണ്ട്? അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, ചെറുപ്പത്തിലേ നമ്മുടെ കുട്ടികൾ ഈ സാധനത്തിലാണ് വളരുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ബുദ്ധിയുള്ള എവിടെയോ എത്തേണ്ടിയിരുന്ന നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി ഇതിൻ്റെ ഡിസിഷൻ എന്താണ്? ഇപ്പം ഞാനൊരു വിഷയം പറഞ്ഞു, ഇനി ഇതിൻ്റെ ഔട്ട്കം എന്താ, ഇതിൻ്റെ ഡിസിഷൻ എന്താ? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. നടക്കുമോ? നടന്നാൽ കുട്ടികൾ നന്നാവും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വെട്ടം തിരൂർ ഹോസ്പിറ്റല്, അതേപോലെ കോഴിക്കോട് ഹോസ്പിറ്റൽ, ഒരുപാട് സൈക്കാട്രിക് ഹോസ്പിറ്റലുകളുണ്ട്. സൈക്കാട്രിക് ഹോസ്പിറ്റലുകളായ മുഴുവൻ ഹോസ്പിറ്റലുകളിലും ഒറ്റ ബെഡ് പോലും കിട്ടാനില്ല. ഫുൾ ബുക്ക്ഡാണെന്ന് പറയുന്നത്. എപ്പം നമ്മൾ ചില കേസിൽ ചില പേഷ്യൻസ് നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. അഡ്മിറ്റ് ചെയ്യേണ്ട കേസ് ഉണ്ടാവും. അഡിക്ഷൻ്റെ മൊബൈലിൽ അഡിക്റ്റഡ് ആയിട്ട് അഡിക്റ്റ് ചെയ്യാൻ വേണ്ടി 3 ആഴ്ച അഡ്മിറ്റ് ആക്കണം, അല്ലെങ്കിൽ 40 ദിവസത്തെ അഡ്മിറ്റ് ആക്കണം. ഈ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടാനില്ല. പുതിയ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ? അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ഈ മൊബൈൽ അധിഷ്ഠിതമായ ഗെയിമുകളും മൊബൈൽ അധിഷ്ഠിതമായ ആനന്ദങ്ങളും വല്ലാതെ വർദ്ധിച്ചതോടുകൂടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും, ഞാനിത് പറയുമ്പോൾ വലിയ ആളുകൾ ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു BFAS ഞാൻ പറഞ്ഞു, ബെർഗൻ ഫേസ്ബുക്ക് അഡിക്ഷൻ സ്കെയിൽ പറഞ്ഞു. അതെന്തിനാണ് പറഞ്ഞത്? ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം. അതിലൊന്ന് ഞാൻ പറഞ്ഞു, എന്ത്, ഇടയ്ക്കിടയ്ക്ക് ഇത് ഫോൺ എടുത്തു വെക്കാതിരിക്കുമ്പോൾ ഒരു ഇടങ്ങേറുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ലക്ഷണം അഡിക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റാറ്റസ് എത്ര ആൾക്കാർ കണ്ടു,
അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 300 അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ സ്വർഗ്ഗം ഉറപ്പായി. കാരണം സ്റ്റാറ്റസ് 300 ആൾക്കാർ കണ്ടല്ലോ, ഇനിയിപ്പോൾ സ്വർഗ്ഗം ഉറപ്പാണ്. കാരണം നാളെ പിന്നെ ഹദീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവുകയാണെങ്കിൽ, എന്താണ് അതിൻ്റെ ഹദീസൊന്നും എനിക്കറിയില്ല, ആരെങ്കിലും ഒരാളുടെ സ്റ്റാറ്റസ് 500-ൽ കൂടുതൽ തവണ 55 തവണ കണ്ടാൽ ഹറമല്ലാഹു എന്നൊക്കെ പറഞ്ഞിട്ട് നരകം ആൾക്ക് ഹറാമാക്കിയത്. അങ്ങനെ ഹദീസില്ലാന്ന് ഞാൻ പറയുന്നത്. ഇതൊന്നും നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. വലിയ ആളുകൾ, ചെറിയ ആൾ. ഇനി വേറെന്ന് പറഞ്ഞു തരാം. ഒരു മുതിർന്ന ആൾ വീട്ടിലേക്ക് വരുന്നു, ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ അല്ലെങ്കിൽ പഠനത്തിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നാൽ ഈ ആൾ ആദ്യത്തെ പണി സാധനം എടുത്ത് ഇങ്ങനെ കറക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇയാൾക്ക് ജന്മം കൊടുത്ത ഇയാളുടെ പ്രിയപ്പെട്ട ഉമ്മ അപ്പുറത്തെ റൂമിലില്ലേ? ഒന്ന് പോയി ആ മുഖത്തേക്ക് നോക്കി ഒന്ന് സംസാരിക്കേണ്ടത്. ആരാ സംസാരിക്കുക? എന്നിട്ട് ഈ ഉമ്മ മരണപ്പെട്ടിട്ടാണോ ഉമ്മാനോടുള്ള സ്നേഹം പറയാൻ കാത്തിരിക്കുന്നത്? ഉമ്മാനെ ഖബറിൽ വെച്ചതിന് ശേഷമാണോ ഉമ്മാനോടുള്ള സ്നേഹം നമ്മൾ പറയുന്നത്? അപ്പോൾ അതിന് പകരം ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള ഉമ്മാനെയും ബാപ്പാനെയും പ്രിയപ്പെട്ട ആളുകളെയും മനസ്സിലാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ വേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. പറഞ്ഞു വന്നിരുന്ന വിഷയം, സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കുടുംബ ബന്ധങ്ങളെ പലപ്പോഴും ഇല്ലാതാക്കുന്നു എന്നതായിരുന്നു. അതിനൊരു ഉദാഹരണം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ജന്മം നൽകിയ 9 മാസക്കാലം കൊണ്ട് നടന്ന പ്രിയപ്പെട്ട ഉമ്മ അവിടെ ഉണ്ടാകും. ആ ഉമ്മാനോട് ഉമ്മാൻ്റെ റൂമിൽ പോയി ഒരു 2 വാക്ക് സംസാരിക്കാൻ സമയമില്ലാതെ നേരെ സ്വന്തം റൂമിൽ പോയിട്ട് മൊബൈൽ എടുത്തിട്ട് റീൽസ് മുഴുവനും കണ്ടിങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും. ഈ റീൽസുകൾ ഒരിക്കലും അവസാനിക്കില്ല. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ഉപ്പ ഉള്ള വീടാണെങ്കിൽ ഉപ്പ അവിടെ ഉണ്ടാകും. അതേപോലെ തന്നെ എന്നെ കണ്ട് എൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട് ഇറങ്ങി വന്ന ഭാര്യ ചിലപ്പോൾ അവിടെ ഉണ്ടാകും. എൻ്റെ രക്തത്തിൽ എനിക്കുണ്ടായ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അവിടെ ഉണ്ടാകും. ഇവരോട് കൂടെ ഒന്നും സമയം ചെലവഴിക്കാനില്ലാതെ അവിടെ ഈ മൊബൈലിൽ റീൽസ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മാനോടുള്ള ആ ഒരു സ്നേഹബന്ധം എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഉമ്മ എന്നും വീട്ടിലുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഏതോ ഒരു ദിവസം പറയാത്ത, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. അത് മലക്കുൽ മൗത്താണ്. ആ മലക്കുൽ മൗത്ത് വന്നിട്ട് ഉമ്മാനെ കൊണ്ടുപോകും. ഉമ്മ എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ആ ഭൗതികമായ ശരീരം അല്ല. അത് യഥാർത്ഥ അതിഥിക്ക് സഞ്ചരിക്കാനുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു ശരീരം മാത്രമാണ്. ഉമ്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉമ്മാൻ്റെ ആ ശരീരം, ഉമ്മാൻ്റെ ആ തട്ടവും ഉമ്മാൻ്റെ ആ ഒരു പർദ്ദയും ഒന്നുമല്ല. അതിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്, റൂഹ്. അതാണ് ഉമ്മ. ആ യഥാർത്ഥ ആളെയും കൊണ്ട് മലക്കുൽ മൗത്ത് പോയിട്ടുണ്ടാവും. പിന്നെ അവിടെ ബാക്കിയുള്ളത് ആ റൂഹിന് സഞ്ചരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ഒരു ശരീരം. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു ചെരുപ്പ് ഒഴിവാക്കും. അത്ര വിലയേ ഉള്ളൂ ശരീരത്തിന്. യഥാർത്ഥത്തിൽ ശരീരത്തിനല്ല വില ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ഉമ്മാനെ നമ്മൾ എത്ര അടച്ചു പൂട്ടിയ വാതിലാണെങ്കിലും, എത്ര ഭദ്രമായി ലോക്ക് ചെയ്ത ഡബിൾ ട്രിപ്പിൾ ലോക്കുകളൊക്കെ ചെയ്ത ഗേറ്റാണെങ്കിലും അതൊന്നും തുറക്കാതെ തന്നെ വരേണ്ട ആൾ കൃത്യസമയത്ത് വരും. മലക്കുൽ മൗത്തിന് ഗേറ്റൊന്നും വാതിലൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. അത് കറക്റ്റ് സമയത്ത് വരും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? നാളെ സ്നേഹിക്കാം, മറ്റന്നാൾ സ്നേഹിക്കാം, ഉമ്മ എന്നും ഇവിടെ തന്നെ ഉണ്ടാവില്ലേ, ഭാര്യ എന്നും ഇവിടെ തന്നെ ഉണ്ടാവില്ലേ, അതല്ലെങ്കിൽ മക്കൾ എന്നും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ജീവിക്കുമ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ യാത്ര പോലും പറയാൻ കഴിയാതെ, ഒരുപക്ഷെ ഏതോ ഒരു രാത്രിയിൽ, ഒരുപക്ഷെ ഏതോ ഒരു അറ്റാക്ക് വന്ന്, ഒരുപക്ഷെ ഏതോ ഒരു ICUവിൽ കിടന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ എന്നേക്കുമായി വിട പറഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിട്ട് മരണപ്പെട്ടതിന് ശേഷം ഇങ്ങനെ സങ്കടം പറയും, എന്നാലും ഉമ്മാനെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ, എന്നാലും ബാപ്പാനെ സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ, എന്നാലും മക്കളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയില്ലല്ലോ, ഭർത്താവിന് ഒരു സ്നേഹമുള്ള നല്ല ഭാര്യയാവാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാതെ ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് എൻ്റെ സുഖവും സൗന്ദര്യവും സന്തോഷവും മാത്രം നോക്കി നടന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയല്ലോ എന്ന സങ്കടം ഇങ്ങനെ പറയുന്ന ഒരവസ്ഥ. ഈ ഇരിക്കുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ എത്ര പേരുടെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ഞാൻ ഖബറടക്കിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 15 വർഷമായി. എൻ്റെ പ്രിയപ്പെട്ട വാപ്പ എൻ്റെ 1 വയസ്സിൽ മരണപ്പെട്ടു പോയത് ഞാൻ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട മൂത്തമ്മാനെ ഞാൻ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എളാമയെ ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വല്യമ്മാനെ ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എൻ്റെ 2 അമ്മാവന്മാരെ ഞാൻ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എത്ര ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന്, ഇത് എൻ്റെ മാത്രം കാര്യമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും ഉമ്മമാരെ, വാപ്പമാരെ, ഭർത്താക്കന്മാര്, മക്കള്, സഹോദരങ്ങള്, പെങ്ങന്മാര്, ഏട്ടന്മാർ, പല ആളുകൾ ഇന്ന് ഖബറിലുണ്ട്. അവരൊക്കെ ഒരു നിമിഷത്തിൽ ഇതേപോലെ യാത്ര പോയവരാണ്. ഇനി നമുക്കും അതേപോലെ ഒരു യാത്ര പോകാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, മരണപ്പെട്ടതിന് ശേഷം അങ്ങനെയായിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥവുമില്ല.
ജീവിച്ചിരിക്കുന്ന ഉമ്മാൻ്റെ അടുത്ത് പോയി കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലും പുണ്യകർമ്മമായ കാര്യമാണ്. വിശുദ്ധമായ കാബയും ഖുറാനും ഉമ്മയും ഒക്കെ നോക്കുന്നത് പോലും പുണ്യകർമ്മമായ കാര്യമാണ്. ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഉമ്മാൻ്റെ നെറ്റിയുടെ ഈ ഭാഗത്ത് ഒരു ചുംബനം കൊടുത്താൽ ആ ചുംബനം നാളെ നരകത്തിൽ കടക്കാതിരിക്കാനുള്ള ഒരു മറയായിരിക്കുമെന്ന്, ഇറ്റ്സ് എ കേർട്ടൻ എന്ന് അള്ളാൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനെ ഒന്ന് ചേർത്ത് പിടിച്ച്, പ്രായമുള്ള വാപ്പമാരുണ്ടെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ, പ്രായമുള്ള വല്യപ്പന്മാർ വല്യമ്മമാർ മൂത്തമ്മ ഇളയമ്മ അമ്മായിമാരുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് പോയി വർത്താനൊക്കെ പറഞ്ഞ് ആ പ്രായമുള്ള ആൾക്കാരോട് നിങ്ങൾ ഈ കുടുംബത്തിലുള്ളതാണ് ഞങ്ങളുടെ ഒരു ഐശ്വര്യം, നിങ്ങൾ ഈ കുടുംബത്തിലുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ആ പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി അവർക്കൊരു പരിഗണനയൊക്കെ കൊടുത്താൽ രോഗം വരെ കുറയുമെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക, ജീവിച്ചിരിക്കുന്ന ഉമ്മാനെ സ്നേഹിക്കാൻ പറ്റണം. മരണപ്പെട്ടിട്ട് കുറേ സങ്കടം പറയുന്നതിന് പകരം ജീവിച്ചിരിക്കുന്ന ബാപ്പ, ആ ബാപ്പ എന്ന് പറയുന്നത് പലപ്പോഴും പരുക്കൻ സ്വഭാവമായിരിക്കും. കാരണം പാടത്തും പറമ്പിലും അല്ലെങ്കിൽ ഗൾഫിലും ബഗാലയിലും ബൂഫിയകളിലും അതുപോലെ നാട്ടിലിങ്ങനെ ഓടിച്ചാടി വെയിലത്താണെങ്കിലും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ പുറത്തു പോയി അധ്വാനിച്ചവരായിരിക്കും ബാപ്പമാർ. അപ്പോൾ ഉമ്മാൻ്റെ അത്ര സോഫ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഉപ്പമാർ, പക്ഷെ അവർക്ക് സ്നേഹമുണ്ട്. ആ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പനിച്ച് കിടക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ ഉണ്ടാവും. ബാപ്പ മകൻ ഉറങ്ങുന്ന സമയത്ത് മെല്ലെ പോയിട്ട് പുറത്ത് തലോടി ചോദിക്കുന്നുണ്ട്, എടി അവന് മാറിയോ, അവന് പനി നല്ല സുഖമുണ്ടോ എന്ന് ബാപ്പ ചോദിക്കുന്നുണ്ട്. ബാപ്പ മകന് വേണ്ടി ദ്വാരക്കുന്നുണ്ട്. ഈ ബാപ്പാൻ്റെ അധ്വാനം മുഴുവനും, ബാപ്പാൻ്റെ ശരീരം ക്ഷീണിച്ചു പോയതും മുഴുവനും, ബാപ്പാൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞതും ബാപ്പാൻ്റെ മുട്ടിന് തേയ്മാനം വന്നതും കുടുംബത്തിന് വേണ്ടി നടന്നിട്ടാണ്, കുടുംബത്തിന് വേണ്ടി ഓടിയിട്ടാണ് എന്നത് ഉമ്മയും മക്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, സ്ത്രീകൾ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളായിരിക്കും പലപ്പോഴും മക്കൾക്ക് ബാഗും ഡ്രസ്സും ഷൂവും ചെരുപ്പും പലതും വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാരാ വാങ്ങി തന്നത്? ഉമ്മ. ഇതാരാ വാങ്ങി തന്നത്? അതും ഉമ്മ. മറ്റതോ? അതും ഉമ്മ. ഈ പെണ്ണുങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ആരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്? അത് ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ്. ബാപ്പയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട്, അന്നും അധ്വാനിക്കാൻ പോയത് കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഉമ്മ മക്കൾക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പറയണം, മക്കളെ ബാപ്പ അധ്വാനിച്ച പൈസ കൊണ്ട് ഉമ്മ വാങ്ങിത്തരികയാണ്, യഥാർത്ഥത്തിൽ ഇത് വാങ്ങിത്തരുന്നത് ബാപ്പയാണ് കേട്ടോ, ബാപ്പയ്ക്ക് വേണ്ടി തുറക്കണം എന്ന് അവിടെ കണക്ഷൻ അവിടെ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ ചെറിയ മക്കൾ വിചാരിക്കും ബാപ്പയ്ക്ക് സ്നേഹമില്ല, ഉമ്മയാണ് എല്ലാം വാങ്ങിത്തരുന്നത്. യഥാർത്ഥത്തിൽ അതിനുള്ള പൈസ ബാപ്പ ഉണ്ടാക്കിയതാണ്. അപ്പം ആ രീതിയിൽ ചെറിയ പ്രായം മുതൽ തന്നെ ഡോക്ടർ കലാമിൻ്റെ ഒരു കഥയുണ്ട്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട്, അദ്ദേഹം ചെറിയ പ്രായത്തിൽ ഒരു ദിവസം ഒരു രാത്രി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബാപ്പയും ഉമ്മയും കൂടെ രാത്രി ഭക്ഷണം കഴിക്കാം. അപ്പോൾ കഴിക്കാനുള്ള ചപ്പാത്തി അവിടെ കൊണ്ടുപോയി വെച്ചു. ഈ ചപ്പാത്തി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ആദ്യം തന്നെ ചപ്പാത്തി നോക്കുമ്പോൾ അതിൽ കുറച്ച് കരിഞ്ഞ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കലാം പറയാണ്, കലാമിൻ്റെ വാപ്പ, കലാം ചെറിയ കുട്ടിയാണ്, കലാമിൻ്റെ വാപ്പ ആ കരിഞ്ഞ ചപ്പാത്തി ഒക്കെ എടുത്തിട്ട് കലാമിൻ്റെ വാപ്പാൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടം. എന്നിട്ട് നല്ല ചപ്പാത്തി കലാമിൻ്റെ ഉമ്മാക്കും കലാമിനും കൊടുത്തിട്ട് അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. എന്നിട്ട് ഡോക്ടർ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതുകയാണ്, ഞാൻ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉപ്പാൻ്റെ റൂമിലേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് പാപ്പാനോട് ഞാൻ ചോദിച്ചു, അല്ല പാപ്പ, സത്യത്തിൽ നിങ്ങൾക്ക് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ? അപ്പോൾ പാപ്പ പറഞ്ഞു, മോനെ, കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അതെന്താ സംഭവം എന്നറിയോ? നിൻ്റെ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ചതാണ്, അറിയാതെ കരിഞ്ഞു പോയതാ ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി കരിഞ്ഞു എന്നുകൊണ്ട് ഞാൻ കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിൻ്റെ ഉമ്മാക്കത് വിഷമായി പോകും. മനഃപൂർവ്വം ആരും ചപ്പാത്തി കരിക്കാറില്ല. മനഃപൂർവ്വം പഞ്ചസാര കൂടാത്തതുപോലെ, മനഃപൂർവ്വം ഉപ്പ് കുറയാത്തതുപോലെ തന്നെ ആരും മനഃപൂർവ്വം ചപ്പാത്തി കരിക്കാറില്ല. അപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ്. അത് ഉമ്മാക്ക് വിഷമാവും മോനെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊരു വലിയ പാഠം എൻ്റെ ബാപ്പ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചു എന്ന് കലാം പറയുന്നുണ്ട്. എന്നതുപോലെ ബാപ്പാക്ക് മക്കളോടുള്ള സ്നേഹം അത് ഉമ്മാനെ പോലെ ഒരു സോഫ്റ്റ് ടൈപ്പ് സ്നേഹം ആയിക്കൊള്ളണമെന്നില്ല. ഉമ്മ ഇങ്ങനെ കൊഞ്ചിച്ചു. കാരണം എന്താ? അത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു സൈക്കോളജിക്കൽ ഡിഫറൻസ് ആണ്. ആണ് കുറച്ച് പരുക്കൻ ടൈപ്പായിരിക്കും. അത് മീശയും താടി സൗണ്ട് വരെ അങ്ങനെ തന്നെ അല്ലേ. ഒരു കരയുന്ന കുട്ടിയെ ബാപ്പ എടുത്തിട്ട് കരയില്ലടാ എന്ന് പറഞ്ഞാൽ അത് ഉറക്ക കരയെ ചെയ്യുക. ഉമ്മ എടുത്തിട്ട് മോനെ കരയില്ലടാ, മോളെ കരയില്ലടി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ മെല്ലെ 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 കരച്ചിൽ നിൽക്കും. ഇപ്പോൾ ഞാനൊക്കെ സാധാരണ എനിക്ക് 4 കുട്ടികളെന്ന് പറയാം. എൻ്റെ ചെറിയ കുട്ടിക്ക് 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഈ 3 മാസമായ കുട്ടിനെ ഞാൻ വന്നിട്ട് എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് വന്നിട്ട് കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ആ കുഞ്ഞിന് ഞാനൊരു ഉമ്മ കൊടുത്താൽ ആ കുട്ടി ഉണരും. ഈ പരിക്കൻ താടി മീശൊക്കെ കുത്തിയിട്ടാണ് ഈ ഉണരുന്നത്. അതേസമയം അതേ കുട്ടീനെ ഭാര്യ എടുത്തിട്ട് ഒന്ന് ഇവിടെ ഇട്ട് 2 തൊട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് ആ കുട്ടി അറിയുന്നില്ല. അതൊരു സോഫ്റ്റ് ടച്ച് ഉണ്ട് പെണ്ണുങ്ങൾക്ക്. അതുകൊണ്ടാണത്. ഞാൻ പറഞ്ഞ ഭാര്യനോട് പറയാം, ബാപ്പാനോട് സ്നേഹമുള്ളതുകൊണ്ട് ബാപ്പ വന്ന് അറിഞ്ഞിട്ട് ഉണർന്നാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ സത്യം അതല്ല. സത്യം എന്ന് വെച്ചാൽ ആ പെണ്ണിൻ്റെ തട്ടലും, നിങ്ങൾ കേട്ടില്ലേ, പുലിൻ്റെ കുട്ടിനെ പുലി കടിച്ചിട്ട് കൊണ്ടുപോകും, അതിനൊന്നും പറ്റൂല. കടുവൻ്റെ കുട്ടിനെ കടിച്ചിട്ടാണ് കൊണ്ടുപോകും, അതിനൊന്നും പറ്റൂല എന്നത് പറയുന്ന പോലെ ഉമ്മ എടുത്തിട്ട് ഉരുട്ടി മറിച്ചിട്ടാലും ആ കുട്ടി ഒന്നും അറിയ പോലുമില്ല.
അത് പെണ്ണുങ്ങളിലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, പെണ്ണുങ്ങൾക്കൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, സ്വഭാവത്തിലല്ല. എനിക്കറിയില്ല, ഞാൻ പറയുന്നത് പ്രകൃതത്തിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഉദാഹരണം പറയാറുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി ആരാണ് ആക്കിയത്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? പറ. അല്ലേ, പെണ്ണുങ്ങളല്ലേ? അത് ഞാൻ ഉദാഹരണം പറയുന്നത്, ആണ് അനൗൺസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഒരാൾ അർജൻറ്റായിട്ട് ഒരു മീറ്റിങ്ങിന് ഒരു പരിപാടിക്ക് പോവാണ്, ആ സമയത്താണ് ട്രെയിൻ ലേറ്റായി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ട്രെയിൻ 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പണ്ടാറടങ്ങിയിട്ട് എടാ ദുഷ്ട, എടാ കാലവാടാ, എടാ നിന്നൊക്കെ ശമ്പളം നിന്ന് അവിടെ വെച്ചേക്കുന്നേടാ, ട്രെയിന് കറക്റ്റ് സമയത്തിന് വരാനാടാ, നീയൊക്കെ എവിടത്തെയാടാ എന്നുള്ള ഒരു ചിന്ത വരും. അതേസമയം ഒരു പെണ്ണ് സോഫ്റ്റായിട്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1605 മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന തിരുവനന്തപുരം എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. യാത്രക്കാർക്ക് നേരിട്ട് അസൗകര്യത്തിൽ ഖേദിക്കുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊരു മാനസികാവസ്ഥ അറിയാതെ വരും. അതുകൊണ്ടാണ് കമ്പനികളിലൊക്കെ ഫ്രണ്ട് ഓഫീസിൽ പെണ്ണുങ്ങളാക്കിയത്. ഒരാളൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി ഓടി ചെല്ലുന്ന സമയത്ത്, അവിടെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓടി ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട് ഓഫീസിൽ ഒരു പെണ്ണാണെങ്കിൽ, സാർ ടീ ഓർ കോഫി, പണ്ടുറങ്ങാനായിട്ട് രണ്ടെണ്ണം പറയണമെന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ ഈ പെണ്ണും പിള്ളേൻ്റെ ചിരിയും ടീ ഓർ കോഫി എന്നൊക്കെ പറഞ്ഞപ്പോൾ തൽക്കാലം ചായ വരട്ടെ, അഡ്ജസ്റ്റ് ചെയ്തോളാം, അതവിടെ തണുക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പ്രകൃതത്തിലുള്ളതാണത്. ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പുരുഷനായ ഒരാൾ വലിയൊരു ഇഞ്ചക്ഷൻ പിടിച്ച് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ബോധം പോകും. അതേസമയം പെണ്ണാണ് ഇഞ്ചക്ഷൻ ഇവിടെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുക. പെണ്ണ് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് പെണ്ണിങ്ങനെ ഒഴിഞ്ഞിട്ട് ഇപ്പം കഴിയുമെന്ന് പറയും, ഇനി കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. അതൊരു മാനസികാവസ്ഥയാണ് സുഹൃത്തുക്കൾ. ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകൾക്ക് അവരുടെ പ്രകൃതത്തിൽ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. ആ സോഫ്റ്റ്നെസ് കൊണ്ട് മക്കൾക്ക് തോന്നുകയാണ് ഉമ്മാക്കാണ് മക്കളോട് സ്നേഹം എന്ന്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഉമ്മമാരെ ബാപ്പാൻ്റെ അധ്വാനം മക്കളോട് നിർബന്ധമായിട്ടും പറയണം. എന്നിട്ട് പറയണം, ബാപ്പ വരുമ്പോൾ ബാപ്പാനെ സ്നേഹത്തോടെ സ്വീകരിക്കണം, ബാപ്പാനെ ചെരുപ്പെടുത്ത് വെച്ച് കൊടുത്ത് മക്കൾ ഉപ്പാൻ്റെ പൊരുത്തം വാങ്ങണം. ഉപ്പാൻ്റെ പൊരുത്തല്ലെങ്കിൽ നമ്മൾ വിജയിക്കൂല മക്കളെ എന്ന് പറയണം. അതായത് ഒരു ഉമ്മ ബാപ്പാൻ്റെ മഹത്വം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു ബാപ്പ ഉമ്മാൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം, തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. ഞാൻ എൻ്റെ മക്കളെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വലിയ കുട്ടിക്ക് 10 വയസ്സാണ്, രണ്ടാമത്തെ കുട്ടിക്ക് 7 വയസ്സാണ്, മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സാണ്, നാലാമത്തെ കുട്ടിക്ക് 3 മാസമാണ്. അപ്പോൾ എൻ്റെ ഈ ആദ്യത്തെ 2 കുട്ടികളെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായിട്ടുള്ളൂ, മറ്റേ ചെറിയ ഒരു 4 വയസ്സായിട്ടുള്ളൂ. ഈ 10 വയസ്സും 7 വയസ്സുള്ള കുട്ടികളെ ഞാൻ ഇടയ്ക്ക് ആദ്യത്തെ 2 കുട്ടികളും ആൺകുട്ടികൾ, ഈ 2 കുട്ടികളെ ഞാൻ ഇടയ്ക്ക് എൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അപ്പുറത്ത് മാറ്റി ഇരുത്തിയിട്ട് ഒറ്റയ്ക്ക് പറയാറുണ്ട്, മക്കളെ ഉമ്മാനെ ഒരു കാരണവശാലും വിഷമിക്കരുതടാ, ഉമ്മയാണടാ അങ്ങനെ ചെയ്യുന്നതാടാ, ഉമ്മയാടാ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, ഉമ്മയല്ലേടാ മക്കളെ വസ്ത്രം ഇറക്കി എന്ന് ഞാൻ പറയാറുണ്ട്. ഹക്കാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഭാര്യൻ്റെ മഹത്വം. അതിൻ്റെ അർത്ഥം ഞാൻ ഏറ്റവും ടോപ്പ് ഉഷാറാണെന്നൊന്നുമല്ല, പക്ഷെ ഈ പറഞ്ഞത് ഞാൻ പറയാറുണ്ട്. അതേപോലെ എൻ്റെ ഭാര്യയും പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളും ഒരിക്കലും ഇനിയിപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് സങ്കല്പിക്കുക. സാധാരണ ചില വീട്ടിലൊക്കെ എന്താ ഉണ്ടാവുക, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ വിചാരിക്കുന്നത് മക്കൾക്ക് മനസ്സിലാവില്ല. മക്കളൊക്കെ ന്യൂ ജനറേഷൻ സഹോദരങ്ങളെ വേഗം മനസ്സിലാവും. അതായത് സാധാരണ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഉപ്പ വന്നാൽ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് 2 വർത്താനൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഒന്ന് ചിരിച്ച് കളിച്ചിരിച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണ് റൂമിലേക്ക് പോവുക. ഒരു ദിവസം പാപ്പ നേരെ വന്നിട്ട് അടുക്കളേക്കൊന്നും പോകുന്നില്ല, നേരെ റൂമിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള മോനെ ഇത് മനസ്സിലായി. ഉമ്മാൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ മണ്ണുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ വാപ്പാൻ്റെ അടുത്ത് നോക്കും. നിങ്ങളെ കുട്ടികളെ കാര്യം പറയുന്നത് ഇവർക്ക് വേഗം മനസ്സിലാവും. നല്ല ശക്തമായ മഴക്കാറുണ്ടല്ലോ, ഇടിവെട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. മക്കളുടെ മുമ്പിൽ കാണിക്കരുത് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു ഞങ്ങൾ കാണിക്കാറില്ല എന്ന്. അപ്പോൾ അയാൾ വിചാരിച്ചെന്താ, ഒരു ബോർഡൊക്കെ വെച്ച് സൗന്ദര്യപ്പണക്കം, നേതൃത്വം പാപ്പ, പങ്കെടുക്കുന്നത് ഉമ്മ, മക്കൾക്ക് സ്വാഗതം എന്നുകൊണ്ടൊരു ബോർഡ് വെക്കേണ്ട ആവശ്യമില്ലാന്ന്. ഇത് മക്കൾക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൊച്ചു സൗന്ദര്യപ്പണങ്ങളൊക്കെ ഏതൊരു കുടുംബത്തിലുണ്ടാകും. പക്ഷെ മക്കളുടെ മുമ്പിൽ ആ സ്നേഹവും ആ ഒരു സന്തോഷവും ആ ചേർത്ത് പിടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് വളരുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ഇനി ബാപ്പയും ഉമ്മയും തമ്മിൽ തെറ്റിയെന്ന് കുടിക്കോ, പിന്നെ ഈ മക്കളെ അതിലേക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്യും പലരും. അതെങ്ങനെയാണെന്നറിയോ, രാത്രി പിണങ്ങി കിടക്കും, രാത്രി പിണങ്ങി കിടന്നു. പിണങ്ങി കിടക്കുമ്പോൾ എങ്ങനെ കിടക്കൽ? സാധാരണ ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അടുത്ത ആൾ എങ്ങനെ കിടക്കുക? ഇങ്ങനെ തന്നെയാണ്. അതിലിങ്ങനെ അല്ലേ, ഒരാൾ ഒരു റാട്ട് അതുപോലെ ഇങ്ങനെ കിടക്കും, മറ്റേ ആൾ അടുത്ത റാട്ട് പോലെ ഇങ്ങനെ കിടക്കും. പിന്നെ ഈ കിടന്നൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാളുടെയും മനസ്സിലുണ്ടാവും, അയാൾ ഇങ്ങോട്ട് നന്നാവാൻ വേണ്ടി വന്നിരുന്നെങ്കിൽ എന്നുണ്ടാവും. പക്ഷെ വരൂല. ഞാൻ നന്നാൻ പോയ ഓള് വിചാരിക്കുന്നത് ഞാൻ മുള്ളു കീഴടങ്ങിയത്, അങ്ങനെ ഓള് വിചാരിക്കണ്ട. ഈ പെണ്ണിനുണ്ടാവും ഈ രാത്രി വെറുതെ മിസ്സാക്കാണ്, തെറ്റിക്കിടക്കാണ്, വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. മെല്ലെ ഇങ്ങനെ ചിലപ്പോൾ തോണ്ടൊക്കെ ചെയ്യും അറിയാതൊക്കെ ചില ആളുകൾ.
അല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് വേണം. ഒരാളിനോട് പറഞ്ഞു, സാറേ ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യ ഇതേപോലെ പിണങ്ങി കിടന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി, ഓളും ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പോൾ അതേ സമയത്ത് ഓളും ഇങ്ങോട്ട് നോക്കിയത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പ്രശ്നം കഴിഞ്ഞ്. അപ്പോൾ രണ്ടാളുടെ മനസ്സിൽ വെടി നിർത്താനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാക്കി വെക്കുക, പിണങ്ങി കിടക്കുമ്പോൾ മെല്ലെ തോണ്ടുക. അപ്പോൾ ഇങ്ങോട്ട് തോണ്ടിയാൽ അതിൻ്റെ അർത്ഥം പിണക്കം തീർന്നു. ഒരു വെടിനിർത്തലിന്, ഒരു കരാറിന് ഒരു ക്രൈറ്റീരിയ വേണ്ടേ? ബെഡ്റൂമിലൊക്കെ വെടിനിർത്തലാണ് ഈ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് പിണങ്ങി കിടക്കും. എന്നിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. എന്നിട്ട് രാവിലെ ആവും. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ പിണക്കം ഒന്നും കൂടെ വർദ്ധിക്കും. മാനസികമായിട്ട്, ഇസ്ലാമികമായിട്ട് പറയുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവ് പിണങ്ങി കിടക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമല്ലാത്ത കാര്യം അത്. മരിച്ചു പോയാലോ ഒരാൾ, അയ്യുമംറഅത്തുൻ മാതത് സൗജുഹാ റാദിൻ അൻഹാ ദഖലൽ ജന്ന ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ മരിച്ചു പോയാൽ മറ്റേ ആളെ തൃപ്തി ഉണ്ടെങ്കിൽ സ്വർഗ്ഗമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തത്തിലാണെങ്കിൽ സ്വർഗ്ഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹോം മിനിസ്ട്രി അല്ലേ പെണ്ണ്, ഭക്ഷണം കിട്ടണ്ടേ? അപ്പം ഭക്ഷണം കിട്ടണം. അപ്പോൾ പെണ്ണ് ഭാര്യനോട് നേരിട്ട് പോയി ഭക്ഷണം ആയോ എന്ന് ചോദിക്കാൻ അപ്പോഴത്തെ ഒരു കിബിർ സമ്മതിക്കൂല. അപ്പോൾ പെണ്ണിനത് മനസ്സിലാവും, പുള്ളിക്കാരന് പോകാനുള്ള സമയമായിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം മെല്ലെ പറയും, മക്കളെ ഭക്ഷണമായിട്ടുണ്ട്, വേണ്ടവർക്കൊക്കെ കഴിക്കാം. ആരാണ് ഈ വേണ്ടവർ? പറ. ഇന്നലെ പോയിട്ട് ഇക്കാ എന്നൊക്കെ വിളിച്ചിട്ട് ഇക്കോ എന്നൊക്കെ കാക്കോ എന്നൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവന്ന ആള് ഇന്നിപ്പോൾ വേണ്ടവർക്കായി മാറി. അപ്പോൾ വേണ്ടവർക്ക് ചിലപ്പോൾ ഇത് ദഹിക്കൂല. അപ്പോൾ എന്താ, ചിലപ്പോൾ പല മോഡലാണത്, ഞാൻ ഒരുപാട് കേസുകൾ കാണുന്നതാണ് ഇതൊക്കെ. വേണ്ടവർക്ക് ചിലപ്പോൾ ദഹിക്കൂല. അപ്പോൾ വേണ്ടവർ പറയും, ആർക്കടി നിൻ്റെ വട്ടത്തിലുള്ള പത്തിരി ആർക്കടി വേണ്ടത്? വട്ടത്തിലുള്ള ദോശ പിന്നെ വട്ടത്തിലല്ലേ ഉണ്ടാവുക. പക്ഷെ കുറ്റം പറയുമ്പോൾ എന്തും കുറ്റമായിരിക്കും. ഒരു വട്ടത്തിലുള്ളൊരു ദോശ, ഒരു വട്ടത്തിലൊരു ഓട്ടമുണ്ട്, ആർക്കടി വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മസാല ദോശ കഴിക്കാൻ പോകണമെന്നൊക്കെ പറയും. ഈ പെണ്ണിന് ചിലപ്പോൾ മസാല ദോശ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവിടെ മഞ്ഞുരുക്കും, ഇക്ക ഞാനും വരട്ടെ മസാല ദോശ കഴിക്കാൻ. നമുക്കെന്നാൽ വൈകുന്നേരം പോയി ഇപ്പം നീ ഭക്ഷണം എടുത്ത് വെക്ക്. അൽഹംദുലില്ലാഹ്, പ്രോബ്ലം സോൾവ് ആയി. ഇത് കാരണം എന്താണെന്നൊരു ഒരു സംഗതി എങ്ങനെയാണത് നിർത്തേണ്ടതെന്ന് അറിയില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതാ പറയുന്നത്, കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അത് മക്കളെ പരമാവധി അതിൽ ഉൾപ്പെടുത്താത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. പിന്നെ കുടുംബസംഘമാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ MLA-മാരൊക്കെ ഇങ്ങനെ വരും. പൊതുവേ ഞാൻ കുടുംബസംഘം ക്ഷണിക്കുമ്പോൾ 2-3 കണ്ടീഷൻസ് ആദ്യമേ പറയും. ഒന്ന്, എന്നോട് പറഞ്ഞ സമയം കുറക്കാൻ പാടില്ല, നമ്പർ 1. അവിടെ എല്ലാം കൂടി വന്ന് തുടങ്ങാൻ ലേറ്റായി, അതുകൊണ്ട് ടൈം കുറക്കാൻ എനിക്ക് ഇഷ്ടമല്ല, നമ്പർ 1. നമ്പർ 2, എൻ്റെ പ്രസംഗത്തിനിടയിൽ ആരും കയറി വരാൻ പാടില്ല, അത് ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പൊതുപ്രവർത്തകരും തിരക്കുള്ള ആളുകളൊക്കെ അല്ല, അവർ നമ്മൾ പരിഗണിക്കാനല്ല. കുറേ MLA ഒക്കെ ആകുമ്പോൾ കുറേ പരിപാടികളിലൊക്കെ പോകാനുണ്ടാവും. അപ്പോൾ ഇവിടെ അവർ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നമ്മുടെ വേദിയിലൊരു MLA വന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കുകയാണ്. പിന്നെ ഉസ്താദ് പിന്നെ വലിയ പണ്ഡിതനാണ്. ഉസ്താദിൻ്റെ മുമ്പിൽ നമ്മൾ ആരുമല്ല, അവരൊന്നും ചെരുപ്പെടുക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഉസ്താദിന് അർജൻറ്റായിട്ടൊരു പരിപാടിക്ക് പോകാനുള്ള ഞാൻ വേഗം സമ്മതിച്ചാണ്. എന്നോട് ചോദിച്ചതാണ്, ഉസ്താദിന് അർജൻറ്റായിട്ട് സ്ഥലത്ത് പോകാനുണ്ട്, സാറിന് സമ്മതമാണെങ്കിൽ ഉസ്താദ് സംസാരിക്കും, ഉസ്താദ് കുടുംബക്കാരൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഉസ്താദിൻ്റെ മുമ്പിലോ നമ്മൾ ആരുമല്ല, ഉസ്താദ് സംസാരിച്ചോട്ടെ, പ്രശ്നമില്ല എന്ന് ഞാൻ സമ്മതം കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. അതെന്ന് വെച്ചാൽ ഈ ആംബിയൻസ് മാറും. ഇപ്പം വീണ്ടും ഉണ്ടോ അവരൊരു ശ്രദ്ധിക്കുന്നൊരവസ്ഥയിലെത്തി. അത് എൻ്റെ കഴിവല്ലത്, നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അതേസമയം ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരാൾ വന്നിട്ട് 2 മിനിറ്റ് സംസാരിച്ചാൽ ആകെ കുളവും. അപ്പോൾ അതുണ്ടാകാൻ പറ്റും. ഏതായാലും പെട്ടെന്ന് ചുരുക്കി പറഞ്ഞ് വേഗം അവസാനിപ്പിക്കും. ഒറ്റ കാര്യം കൂടി പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ, അവസാനത്തെ ഒറ്റ പോയിന്റ് കൂടെ. ഭക്ഷണത്തിൽ കഴിഞ്ഞ നേരെ ഭക്ഷണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ലോങ് എന്നൊക്കെ വന്നവരൊക്കെ രാവിലെ ചായ കുടിച്ച് 6 മണിക്ക് 7 മണിക്കൊക്കെ ചായ കുടിച്ച് വന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ പ്രശ്നമൊന്നുമില്ല, റജബിൽ നോമ്പ് വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. റജബിൽ നോമ്പ് വിൽക്കുന്നവരുണ്ടാവില്ലേ? റജബ് 1 മുതൽ നോമ്പ് വിൽക്കുന്നവരില്ല, ഉണ്ടല്ലോ. അതേപോലെ തന്നെ റജബ് മാസം മുഴുവൻ നോമ്പ് വിൽക്കൽ പ്രത്യേകമായ ഫലമുള്ളതാണ്. ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞ് വന്നാൽ എന്തായാലും നമ്മൾ നോമ്പ് നോൽക്കും. റജബ് 1, 2, 3 പ്രത്യേകമായ ഒരു കൺസിഡറേഷൻ ഉണ്ട് നോമ്പിന്. ഇനി അല്ലെങ്കിൽ റജബിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രത്യേകമായ കൺസിഡറേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ പല നോമ്പുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ റമദാനിലെ നോമ്പ് എന്തായാലും നമ്മൾ നോക്കും. ഇനി അരമണിക്കൂർ ലേറ്റായ കുഴപ്പമൊന്നുമില്ല, ഞാൻ നീട്ടുന്നല്ല പറഞ്ഞു, ഞാൻ 5 മിനിറ്റ് നിർത്തും, എന്നാലും അത് പറഞ്ഞതാണ്. അവസാനമായിട്ട് പറയാനുള്ള ഒറ്റ കാര്യം കൂടെ, അതെന്ന് വെച്ചാൽ അമ്മായിമ്മ മരുമകളുമായി ബന്ധപ്പെട്ട വിഷയം അതും കൂടി പറയേണ്ടതുണ്ട്. അതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു നേരത്തെ, സോഷ്യൽ മീഡിയ കാലത്തെ കുടുംബം എന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ചിരിക്കുന്ന, തമാശ പറയുന്ന, കഥ പറയുന്ന ഒരു റൊമാൻറ്റിക്കായ ടൈം കാണുന്നില്ല. ആ കുറവ് ജീവിതത്തിലെല്ലാം കാണുന്നുണ്ട്. ഇപ്പം എത്രയോ പെണ്ണുങ്ങൾ കൺസൾട്ടിങ്ങിന് വരുമ്പോൾ പറയുന്ന ഒരു പോയിന്റ്, ഭർത്താവ് കറങ്ങി നടക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകും. അത് തെറ്റൊന്നുമല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാം, അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ആഴ്ച ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഭാര്യനെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് തിരക്കാണ്, ഭാര്യനെ കൊണ്ടുപോകാൻ സമയം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഭാര്യനോട് പറയാം, എൻ്റെ കൂട്ടുകാർ റഫീഖ് ഉണ്ട്, അവൻ കുറച്ച് ഫ്രീ ഉള്ള ആളാണ്, എനിക്ക് കറങ്ങാൻ പുതിയാകുമ്പോൾ അവനെ വിളിച്ചാൽ മതി. മനസ്സിലായില്ല? അല്ലെങ്കിൽ പിന്നെ ഈ പെണ്ണിനെ ആരാ കറങ്ങാൻ കൊണ്ടുപോകുന്നത്? ഭർത്താവ് ഫുള്ള് കറങ്ങാൻ പോവാ, ഈ പെണ്ണിനുണ്ടാവില്ല. ഈ ഞാൻ ചോദിക്കുന്നത്, ഊട്ടി ഉണ്ടാക്കി വെച്ചത് എല്ലാവർക്കും കാണാനല്ലേ?
ഭർത്താവിന് മാത്രം കാണാനാണോ ഊട്ടി ഉണ്ടാക്കി വെച്ചത്? ഇപ്പോൾ ഊട്ടി ചില്ലാണ്, ചില്ലിങ്ങാണ്. അപ്പോൾ ഊട്ടി ഉണ്ടാക്കി വെച്ചത് കൊടൈക്കനാലുണ്ടാക്കി ഭർത്താവ് ഇങ്ങനെ കറങ്ങാൻ പോകും. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ഭാര്യനെ മാത്രമല്ല, മക്കളെ മാത്രമല്ല, ചില ചെറിയ ചെറിയ യാത്രകളിൽ ബാപ്പാനും ഉമ്മാനെയൊക്കെ കൊണ്ടുപോകണോ? ഇവരെ പിന്നെ ആരെ കാണിച്ചു കൊടുക്കുക? അപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും മൂന്നാർ ഉണ്ടായിരുന്നില്ല എന്ന്. ഈ പണ്ട് മൂന്നാറില്ലാത്തതല്ല, മൂന്നാർ പണ്ട് പട്ടിണി കിടന്നിട്ട് ജീവിക്കാൻ മാർഗം അധ്വാനിച്ച് നടക്കായിരുന്നു നമ്മുടെ ബാപ്പമാർ. അന്ന് അവർ നമ്മളെ നോക്കാൻ വേണ്ടി പാടത്തും പറമ്പിൽ അധ്വാനിച്ചുകൊണ്ട് അവർക്ക് മൂന്നാറിൽ പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. നമ്മളെ പോറ്റായിരുന്നു അവർ. അപ്പം ഇന്ന് ബാപ്പാനൊരു കാറിലെടുത്തിട്ട് മൂന്നാറിൽ ഇങ്ങനെ പോവാം. അതേപോലെ ബാപ്പാനെ കാറിലെടുത്തിട്ട് ബേപ്പൂര് പോവുക, അതേപോലെ വയനാട് പോവുക, അതുപോലെ തന്നെ അങ്ങനെ ഗവിയിലൊക്കെ പോവുക. എല്ലാവരും പോകണ യാത്രകളിൽ ഞാൻ പറഞ്ഞത് കുടുംബത്തോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പെണ്ണ്, ഒറ്റ പോയിന്റ് വരാം, ഇതും കൂടി പറഞ്ഞിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അതായത് ആണുങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, ആണുങ്ങൾ മാത്രമല്ല മക്കളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നോക്കി നിന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഒരു ഭക്ഷണം ഒരു ഭാര്യ അല്ലെങ്കിൽ വീട്ടിലൊരു ഉമ്മ ഒരു ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ ആണ് പറയുക, ഭർത്താവ് പറയാം, അല്ലെങ്കിൽ മകൻ പറയാണ് ഭക്ഷണം എടുത്തേക്ക് ഉമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ എടി ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് ഭർത്താവ് പറയാം. ഈ ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ഭക്ഷണം എടുത്ത് വെക്കുമെന്ന് പറഞ്ഞിട്ടൊന്ന് മാറി നിന്ന് നോക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ പെണ്ണ് ആദ്യം എന്ത് ചെയ്യുന്നറിയോ? ഒരു അഞ്ചാൾ കഴിക്കാനുണ്ടെങ്കിൽ അഞ്ചാക്കുള്ള പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ വരും, അടുക്കളയിൽ നിന്ന് ഇവിടെ വെക്കും, എന്നിട്ട് തിരിച്ചു പോകും. അടുത്തായിട്ട് ഗ്ലാസ് കൊണ്ടുവരാൻ വേണ്ടി ഒരു നടത്തം, ഗ്ലാസ് അവിടെ വെക്കും. അടുത്തതായിട്ട് ചോറ് എടുക്കാൻ വേണ്ടി വരും, 3 അവിടെ കൊണ്ടുപോയി വെച്ചു. 4ാമതായിട്ട് കറി എടുക്കാൻ വേണ്ടി വരും, 4. അടുത്തതായിട്ട് ഉപ്പേരികളൊക്കെ ഉണ്ടാവില്ലേ, അതെടുക്കാൻ വേണ്ടി വരും, 5. ഫിഷോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും അതെടുക്കാൻ വേണ്ടി വരും, 6. ഇനി വേസ്റ്റ് ഡസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പാത്രം അങ്ങനെ എന്തെങ്കിലും അതെടുക്കാൻ വേണ്ടി വരും, 7 നടത്തം അല്ലെങ്കിൽ 6 നടത്തം. ഈ ചങ്ങാതിക്ക് ഒറ്റ തവണ ഒരു ഓർഡർ പറഞ്ഞിട്ട് എടുത്തു വെക്കൂ എന്ന് പറഞ്ഞിട്ട് 6ഓ 7ഓ തവണ ഈ പെണ്ണ് നടന്നിട്ട് ടേബിൾ ഫുള്ള് സെറ്റാക്കി വെച്ചതാണ്. എന്നിട്ട് ആണിൻ്റെ പണി എന്താ പറയുക, 2 കുറ്റം പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവാം. ഈ പെണ്ണ് തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും 7 നടത്തം നടക്കണം. 14 നടത്തമാണ് ഒരു നേരത്തെ ഭക്ഷണം ഒരാണ് കഴിക്കുന്നത്. ഇത് കുട്ടികളും മനസ്സിലാക്കണം, ഞാൻ അടക്കമുള്ള ആണുങ്ങൾ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണ്ടേ? എന്താ ഇതിന്റെ ഫലം തരും? നമ്മൾ സഹായിച്ചു കൊടുക്കണം എന്നാണ് ഞാനീ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, വീട്ടിലെ ജോലികളിലൊക്കെ എൻ്റെ ഭർത്താവായ റസൂലുള്ള സഹായിക്കാറുണ്ടായിരുന്നു. അത്ര നമ്മളാരും ആയിട്ടില്ലല്ലോ. റസൂലുള്ളാന്റെ അത്ര അതാരും ആവൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുകൊണ്ട് എല്ലാ ജോലികളിലും ഒന്ന് സഹായിച്ചു കൊടുക്കുക. ഭാര്യ ചോറ് എടുക്കുകയാണെങ്കിൽ ഭർത്താവ് കറി എടുക്കണം. അപ്പം മകന് പ്ലേറ്റും കൊണ്ടിങ്ങനെ വരണം, മറ്റേ മകന് ഗ്ലാസ് കൊണ്ടിങ്ങനെ വരണം, ഒറ്റ നടത്തം. എന്നിട്ട് തിരിച്ച് ഓരോരുത്തരുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലെ സിസ്റ്റം ഉണ്ട്, എപ്പോഴും ഉണ്ടെന്നല്ല, പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ കഴുകും. ചിലപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ ഭാര്യ കഴിച്ച പ്ലേറ്റ് ഞാൻ കഴുകും. എനിക്ക് ഭയങ്കര സന്തോഷമാണത്, പ്ലേറ്റ് കഴുകുക എന്ന് പറയുന്നത്. ഞാൻ നല്ല ക്ലീനിങ്ങിൽ നല്ല ഉഷാറാണ്. അപ്പോൾ പ്ലേറ്റ് ഗ്ലാസ് ഞാൻ ഒരു ഒരുങ്ങിയ നെയ്യാണ് കൈയൊക്കെ കയറ്റി പിടിച്ചാൽ നിൽക്കും, പ്ലേറ്റും ഗ്ലാസ് ഒക്കെ വരട്ടെ എന്ന് പറയും. അത് ഫുള്ളിങ്ങനെ കഴുകുക, ഭയങ്കര രസമത്. പ്ലേറ്റ് കഴുകുക നല്ല ബറക്കത്തുള്ള കാര്യം അത്. ഞാൻ കഴിച്ചാൽ വീട്ടിൽ ഉമ്മ വാപ്പുണ്ടെങ്കിൽ അവരുടെ പ്ലേറ്റ് കൊണ്ടുപോയി കഴുകുക, പൊരുത്തം കിട്ടും ഇവരുടെ. അപ്പം എന്താ, ഭാര്യ 14 നടത്തത്തിന് പകരം ഭാര്യ 2 നടത്തം നടന്നാൽ മതി. 2 നടത്തം ഭർത്താവിന് ഓരോരുത്തരും കൂടെ നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, ഈ ഭക്ഷണം എടുത്തു വെക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ അധ്വാനിച്ചിട്ടുണ്ടാവില്ല വേറെ കുറേ, ചോറുണ്ടാക്കാൻ കുറേ ടൈം, കറി ഉണ്ടാക്കാൻ കുറേ ടൈം, ഉപ്പേരി ഉണ്ടാക്കാൻ കുറേ ടൈം. അപ്പോൾ എന്താ, ഭർത്താവിന് ഉപ്പേരി അരിഞ്ഞു കൊടുത്തൂടെ? ഇതിൻ്റെ ഒരു ഇടങ്ങേറ് ആണുങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഒരു ഇടങ്ങേറ് ആണുങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആണ് പറയാം, ഭാര്യനോട് പറയാം, എടി ഇന്ന് നീ എടുക്കുന്ന ജോലിക്ക് ഞാൻ എടുത്തോളാം, ഞാൻ എടുക്കുന്ന കാര്യം ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഭർത്താവ് ഭാര്യ എടുക്കുന്ന പണിക്ക് രാവിലെ തന്നെ അടുക്കളേക്ക് ഇറങ്ങാം. എന്നിട്ട് ഭർത്താവ് എന്താ ചെയ്യാറ്? സാധാരണ മൊബൈലിങ്ങനെ തോണ്ടും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആളുകൾ മൊബൈലിങ്ങനെ തോണ്ടും. ചായ, അപ്പോൾ ഭാര്യ പറയാം ചായ എന്നറിയാം, അപ്പോൾ ഭർത്താവ് ചായ കൊണ്ട് കൊടുക്കുക, കാലിച്ചായ. കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും, എന്തെങ്കിലും നാസ്തങ്ങൾ എന്ന നാട്ടിൽ എന്താ പറയുക ആ പ്രയോഗം. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച് കൊടുക്കുക. എത്ര മണി വരെ പോകാൻ സാധ്യതയുണ്ട്? രാത്രിയാവോ? ആവില്ല മക്കളെ, ആവില്ല. ഞാൻ എന്താ അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ട്, കുട്ടികൾ നോക്കാനുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ എന്നിട്ട് വരും, 6 മാസമുള്ളത്. പിന്നെ 5ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ ദീനിയാത്ത എവിടെയാന്ന് ചോദിച്ചിട്ട് അത് വരും. അടുത്ത കൂടി എൻ്റെ യൂണിഫോമിൻ്റെ പാൻറ്റ് എവിടെയാന്ന് ചോദിച്ചിട്ട് അത് വരും. അടുത്ത കൂടി എൻ്റെ ഷൂ ആണ് പോളിഷ് ചെയ്യണം, അത് വരും. ഇത് പണ്ടോരടങ്ങാറായിട്ട് ഇത് മുന്നോട്ട് പോവില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഒരു വീട്ടിൽ പെണ്ണുങ്ങൾ എത്രമാത്രം റിസ്ക് എടുക്കുന്നതെന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെ ഭാര്യയെ മക്കളെ ഒന്ന് സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥ വന്നാൽ ഒന്നും വേണ്ട. ഭാര്യ അടുക്കളയിൽ ജോലി എടുക്കുമ്പോൾ അവിടെ നിന്ന് തോണ്ടുന്നതിന് പകരം അടുക്കളയിൽ വന്നിട്ട് എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിന്നാൽ തന്നെ മതി. പെണ്ണുങ്ങൾക്ക് അതൊരു വലിയ സന്തോഷമാണ്. ആണോ അല്ലേ? ആണോ? എത്ര ഉറക്കെ പറയുന്നു. ആണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹത്തോടു കൂടെയുള്ള ഇതൊക്കെയാണ് മക്കളെ സ്നേഹം എന്ന് പറയുന്നത്. കുറേ ചുരിദാർ വാങ്ങിച്ചു കൊടുക്കുക, അത് സ്നേഹമല്ല. സ്നേഹമല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അല്ല എന്നല്ല പറയുന്നത്, അതൊരു ഉത്തരവാദിത്തമാണ്, അത് നിർബന്ധമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന, അതായത് മറ്റേ ആളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് സ്നേഹം എന്ന് പറയാം. മറ്റേ ആൾക്ക് ഞാൻ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ യാത്രകൾ ഞാൻ പറഞ്ഞു, ഈ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ ചില ദിവസങ്ങൾ എന്ത് ചെയ്യാം, ചില ദിവസങ്ങൾ ഭാര്യയോട് പറയടി ഇന്ന് രാത്രി ഫുഡ് വേണ്ട. ഫുഡ് വേണ്ട, പട്ടിണിയല്ല, ഇന്ന് നമ്മളെല്ലാവരും വി ആർ ഗോയിങ് ഔട്ട്, ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ട് വി ആർ ഗോയിങ് ഹാങ് ഔട്ട്, നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറയും ഭാര്യ. ആ സാധു ആ ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് ഭർത്താവ് എന്നും കഴിക്കുന്നുണ്ടെന്ന് അല്ലേ, സുഹൃത്തുക്കളോട് എന്നുമല്ല, കുറേയൊക്കെ ചപ്പാത്തി, അത് ഇത് പൊറോട്ട, പിന്നെ ബട്ടർ നാൻ, അങ്ങനെ ഓരോ ഐറ്റംസ് എല്ലാം കഴിക്കുന്നില്ല ആണുങ്ങൾ പോയിട്ട്. ഈ പാവം പെണ്ണുങ്ങൾ, എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, എന്നെ പൊക്കി പറയല്ലോ കേട്ടോ, അസ്തഫറുല്ലാഹ്, ഞാൻ ഒരു പാവപ്പെട്ട ആളാണ്. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് എന്ത്, ഞാൻ എവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചാലും ഞാൻ വീട്ടിൽ കൊണ്ടുവരും. ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നല്ല ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ആദ്യം എൻ്റെ കണ്ണിലേക്ക് വരും എൻ്റെ ഭാര്യൻ്റെ കുട്ടികളും വരും. എന്താണ്, അവർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് വേണ്ടേ. അപ്പോൾ ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു പാക്കാക്കും, അല്ലെങ്കിൽ ഞാൻ പിറ്റേന്നോ ആ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം പുറത്ത് കൊണ്ടുപോയിട്ട് സമാനമായ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. കാരണം എനിക്ക് എൻ്റെ മക്കളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ഭാര്യ, എനിക്ക് ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഉമ്മാനെയും കൊണ്ട് ബ്രോസ്റ്റ് വാങ്ങി തിന്നാനൊക്കെ പോയിരുന്നു ഉള്ള സമയത്ത്. ഞാൻ ഫാമിലിൻ്റെ കൂടെ അല്ലാതെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ എൻ്റെ നന്മ പറയല്ല, അല്ലാഹു തആല നമ്മളൊക്കെ നല്ല ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സുഹൃത്തുക്കൾ കുറേ ഉണ്ടാവും. സുഹൃത്തുക്കൾ ഒഴിവാക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമുക്ക് വേണം. നമുക്കൊരു കാര്യം വരുമ്പോൾ കുടുംബ ബന്ധത്തെക്കാളും നമ്മളെ സഹായിക്കുന്ന നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടാവും. മാത്രമല്ല, ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ മറ്റേ ചങ്ങാതിക്ക് പരാജയപ്പെടാൻ പോലും കഴിയില്ല, അത്ര നല്ല സുഹൃത്തുക്കളുണ്ടാവും. ഒരിക്കലും സുഹൃത്തുക്കളെ വിഷമിപ്പിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി യാത്ര ചെയ്ത് പോകുന്നത് അള്ളാഹു പ്രതിഫലം തരുന്ന പ്രവർത്തനമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പോലുമുണ്ട്. അത്രമാത്രം നല്ല സുഹൃത്തുക്കൾ. പക്ഷെ അത് കുടുംബത്തിനൊരു തടസ്സമാകരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഡിവൈസുകളൊക്കെ ഒന്ന് പരമാവധി ഒഴിവാക്കിയിട്ട് ഒന്നിച്ച് തമാശ പറഞ്ഞ് കളിച്ചിരി തമാശയൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെറ്റപ്പ് നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് മാറ്റം വരണം. അതേപോലെ നേരത്തെ പറഞ്ഞ കാര്യം, കുട്ടികളുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടെ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടികൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 2000 2K കിഡ്സ്, 90 കിഡ്സ് എന്ന് പറഞ്ഞു, 90s കിഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീപ്പിൻ്റെ ബാക്കിലൊക്കെ തൂങ്ങിപ്പോയവരാണ് അല്ല, ജീപ്പിൻ്റെ ബാക്കിൽ തൂങ്ങിപ്പോയവർ കൈവക്കേ, അതൊക്കെ ആണുങ്ങളുടെ ഒരു സെറ്റപ്പ് മക്കളായ ചെറിയ കുട്ടികളെ കളിയാക്കിയിട്ട് കാര്യം നിങ്ങൾക്ക് ഇല്ല കഴിഞ്ഞ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ജീപ്പിൻ്റെ ഉള്ളിൽ അമ്മായി ഉണ്ടാവും, ഇളയമ്മ ഉണ്ടാവും. അപ്പോൾ ഓരോക്കെ നോക്കും, നമ്മളിങ്ങനെ തൂങ്ങും, എനിക്കിങ്ങനെ തൂങ്ങി പോകാനൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ ഒരു കൈ വിട്ടിട്ടൊക്കെ കാണിച്ചു കൊടുക്കും അല്ലേ. അതൊക്കെ ഈ 90 കിഡ്സിൻ്റെ ഒരു ആനന്ദമായിരുന്നു. അങ്ങനെ ജീപ്പിൽ ഇങ്ങനെ പുതുക്കാൻ പോകും ഒരു കല്യാണം. അപ്പോൾ പെട്ടെന്ന് ക്ഷേത്രം കണ്ട ഒരാൾ ഇങ്ങനെ ആക്കി, മനസ്സിലായോന്നറിയില്ല. പിന്നെ ആൾ കണ്ണുറ നോക്കുമ്പോൾ മെഡിക്കൽ കോളേജിലെ ഫാനാണ് കാണുന്നത്. ജീപ്പിൽ തൂങ്ങി പോകുമ്പോൾ അമ്പലം കാണുമ്പോൾ ഇങ്ങനെ ആക്കിയാൽ എന്താ മക്കളെ സംഭവിക്കുക. പിന്നെ മെഡിക്കൽ കോളേജിൽ ഫാൻ ഇറങ്ങുന്നത് കണ്ടെന്നൊക്കെ ചരിത്രത്തിൽ അങ്ങനെയൊക്കെയാണ് രേഖപ്പെട്ട് കാണുന്നത്, പല റിപ്പോർട്ടുകളും ഉണ്ട്. അപ്പോൾ ഏതായാലും ആ 2K കിഡ്സിന് നമുക്ക് ഒരുപാട് ആനന്ദങ്ങൾ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, നമ്മൾ തുമ്പിനെ പിടിക്കാൻ പോയിട്ടുണ്ട്, തോട്ടിൽ വെള്ളം വറ്റുന്ന സമയത്ത് ഈ മുണ്ടെടുത്തിട്ട് ഇങ്ങനെ മത്സ്യത്തെ പിടിക്കാൻ പോയിട്ടുണ്ട്, പാടത്ത് ഈ ട്രാക്ടർ പൂട്ടുന്ന സമയത്ത് മത്സ്യം പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, മരങ്ങളുടെ മുകളിൽ കയറി, നമ്മൾ കയറാത്ത ഒറ്റ മരം പറമ്പിലുണ്ടാവില്ല. ആ സ്കില്ലൊന്നും പുതിയ കുട്ടികൾക്ക് ഇല്ലാന്ന്. നിങ്ങളെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുണ്ടല്ലോ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന തെറ്റൊന്നുമല്ല കേട്ടോ, അത് കുറച്ച് സ്കില്ല് പഠിപ്പിക്കണം എന്ന് മാത്രമോ. എങ്ങനെയാണെന്നറിയോ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകുന്ന കുട്ടി രാവിലെ തന്നെ വീട്ടിൽ നിന്ന്, ഇതിപ്പോൾ വീടാണെങ്കിൽ അവിടെ ബസ് വരും, ഇതിങ്ങനെ ഇളകാതെ ഐ എം ഗോയിങ് ടു സ്കൂൾ ടാറ്റ ബൈ ബൈ ഇങ്ങനെ പോകും കുട്ടി, സ്കൂൾക്ക് പോകും. എന്നിട്ട് സ്കൂളിലെത്തിയിട്ട് നേരെ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ പോകും. ഈ കുട്ടിക്ക് ഒരു പേപ്പട്ടി വന്നാൽ ഓടാനറിയില്ലാന്ന്. ഐ കാൺ റൺ, ഡോണ്ട് കം ടു മീ, ഐ കാൺ റൺ, ഡോണ്ട് കം ടു മീ ഇത് പറയേണ്ടി വരും. നായക്ക് ഇംഗ്ലീഷ് അറിയോ? നായ ഇംഗ്ലീഷ് എടുത്ത് പഠിച്ചിട്ടുണ്ട്, സാധ്യമില്ല. ഞാൻ പറയും ഒരു സ്കില്ല്. അപ്പോൾ ഈ നായ കടിക്കാൻ വന്ന സമയത്ത് അപ്പുറത്തെ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഓടിയിട്ട് മരത്തിൻ്റെ മുകളിലെത്തിണ്ടാവും, ഇവനിങ്ങനെ ഡോണ്ട് കം ടു മീ ഡോണ്ട്. നമ്മുടെ കുട്ടികൾ മന്ദബുദ്ധികളാവരുത് എന്നാണ് ഈ പറയുന്നത്. ആ കുട്ടികൾ മരം കയറാൻ പഠിപ്പിക്കണം, ആ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം. പിന്നെ എന്താണ് അമ്പൈ സുന്നത്താണ്, അമ്പയിലൊക്കെ പഠിപ്പിക്കുന്നത്, കുതിരയോട്ടം പഠിപ്പിക്കണം, സ്കേറ്റിംഗ് പഠിപ്പിക്കാൻ പഠിക്കണം. അതേപോലെ പുതിയ തലമുറയിലെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ നന്നായി ചെയ്യാവുന്നൊരു കാര്യമാണ് മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുക. കളരി, കരാട്ടെ, കുങ്ഫു, തൊയ്ക്കോണ്ടോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം പെൺകുട്ടികളും പഠിപ്പിച്ചോ. പെൺകുട്ടികൾ ഒരു നിശ്ചിത പ്രായമാവുന്നതിന് ഒരു 10 വയസ്സ് 12 വയസ്സാകുമ്പോഴത്തേക്കും ബ്ലാക്ക് ബെൽറ്റ് പഠിപ്പിച്ചാൽ മതി. കുറേ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ മതി. അതെന്തിനാണെന്ന് ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട് കരാട്ടെ, അതുപോലെ തന്നെ കളരി ഐറ്റം സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണത്.
എൻ്റെ രണ്ട് മക്കൾ, ആ രണ്ട് മക്കളും 10ഉം 7ഉം വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ സ്കൂളിൽ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ തിരിച്ച് തല്ലാൻ പാടില്ല. അതിനല്ല നമ്മൾ പഠിക്കുന്നത് ഒരു കോൺഫിഡൻസ് കൂടാൻ, സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. തല്ലാനല്ല. മാക്സിമം നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സമ്മതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. തല്ലാൻ പാടില്ല. കർശനമായ കുട്ടികൾ കൊടുത്തു അവർ തല്ലൂല. സ്കൂളിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവർ തല്ലാൻ അവർക്ക് സമ്മതമില്ല. മാക്സിമം ബ്ലോക്ക് ചെയ്യാം. അത് പ്രതിരോധമാണ്. ഉപരോധമല്ല, പ്രതിരോധമാണ്. അതിനപ്പുറത്ത് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ കുട്ടികൾക്ക് എവിടെയെങ്കിലും തല്ലണ്ടി വന്നാൽ തല്ലണ്ടേ. കച്ചറ ഉണ്ടാക്കാനല്ല പറഞ്ഞത്. ഒരാൾ, ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, ഒരാൾ നമ്മൾ ആക്രമിക്കാൻ വന്നാൽ അയാളുടെ പൊരുതണ്ടേ. അതിൽ മരണപ്പെട്ട ഷഹീദിൻ്റെ ഫലല്ലേ. അപ്പോൾ തല്ല നോക്കിക്കോ. അവിടെ നിങ്ങൾ ബദർ കേട്ടില്ല, ഉദവിയ സന്ധി മാത്രം കേട്ടിട്ടുള്ളൂ. കച്ചറ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്. എവിടെ ഒരാൾ ഉമ്മാനെ ആക്രമിക്കാൻ വന്നാൽ, അക്രമികൾ വാപ്പാനെ കൊല്ലാൻ വന്നാൽ അവിടെ മകൻ നോക്കിക്കുക. അവിടെ ഒരു ചങ്കൂറ്റുള്ള ആൾ വേണ്ടേ. അലി റളിയല്ലാഹു അൻഹു ഒക്കെ കളരിൻ്റെ ഉസ്താദായിരുന്നു എന്ന ചരിത്രം. സ്വഹാബികൾ മിക്കവാറും എല്ലാവരും കളരിൻ്റെ ഉസ്താദന്മാരായിരുന്നു. ഇത് തല്ലുണ്ടാക്കാനല്ല ഞാനീ പറഞ്ഞത്. കുട്ടികൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാൻ, അതുപോലെ കുട്ടികൾക്ക് ഹെൽത്തൊക്കെ ഒന്ന് സെറ്റപ്പായി നിലനിൽക്കാൻ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നല്ലതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ അല്ലിപ്ര കുടുംബം ഒറ്റ വാക്കുകൾ, ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ലാസ്റ്റ് നേരത്തെ പറഞ്ഞു വിചാരിച്ചാൽ, അതായത് അമ്മായിമ്മ മരുമക്കൾ, ഒരു വാക്ക് എനിക്ക് പറയാൻ നിർബന്ധം. പുതിയ കാലത്ത് അമ്മായിമ്മമാരെ ശ്രദ്ധിക്കാൻ. മരുമക്കൾ ഇടങ്ങാറാക്കുന്ന അമ്മായിമാരൊക്കെ ഒന്ന് കൈവയ്ക്കേ. നിങ്ങളിപ്പോൾ കൈവെക്കൂ. മരുമക്കളെ ഇടങ്ങാറാക്കുന്ന അമ്മായിമാർ കൈവൊക്കെ പറഞ്ഞപ്പോളേ നോക്ക് പറയുന്നത്. നിങ്ങൾ കൈവെക്കില്ല എനിക്കറിയാം. ഞാൻ എന്താ പറഞ്ഞറിയാം, ഒരുപാട് പ്രശ്നങ്ങൾ വിശദീകരിച്ച് പറയാൻ സമയമില്ല. ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സമയമില്ല. ഒറ്റ വാക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ച്, ഒരാൾ കുറേ നിസ്കാരം, ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ, ഇതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും. കുറേ നിസ്കാരം, കുറേ ദിക്ർ, കുറേ ചൊല്ലൽ, 5 പൈസൻ്റെ സ്വഭാവമല്ല. എന്തിനാണ് നല്ലത്? ആകെ നിസ്കരിക്കുന്ന സ്വഭാവം നന്നാവാനാ. തൻഹാൽ ഫഹ്ശാഇ മുൻകർ, അതിൻ്റെ ഒരു ആകത്തുകയുടെ ഒരു ഭാഗത്ത് സ്വഭാവം നന്നായാൽ വരും. ഈ സ്വഭാവം നന്നാവാനാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്നത്, ഖുർആൻ പാരായണം നിസ്കരിക്കുന്നതൊക്കെ. മരുമകളോട് മഹാമോശപ്പെട്ട സ്വഭാവം. മരുമകളൊന്ന് റെസ്റ്റ് എടുത്താൽ അത് പ്രശ്നം. മരുമകളോട് ചായ ഉണ്ടാക്കി കുടിച്ചാൽ, ഞാൻ പറയാതെ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചത് ഞാൻ കേസിൽ കാണുന്നതാ, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഈ കഴിഞ്ഞ ആഴ്ച പോലും അങ്ങനെയുള്ള കേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു മരുമകൾ ഒരു വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിച്ച് ക്ഷീണിച്ചപ്പോൾ അതിനും കച്ചറ. ഇവിടെ പഞ്ചസാരക്ക് നല്ല വിലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മരുമകളെ ഒരു സ്നേഹത്തോടെ. അതേപോലെ ചില ഉമ്മമാരുണ്ട്, അതെന്താ സംഭവം എന്നറിയോ, സ്വന്തം മകളും ഭർത്താവും കൂടെ പുറത്ത് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ വല്ലാത്ത ഇഷ്ടം. എന്നിട്ട് ഇളയമാക്കും മൂത്തമാക്കൊക്കെ വിളിച്ചു പറയും, എൻ്റെ മോളില്ലേ ഓളം ഭർത്താവ് നല്ല സ്നേഹമുള്ള പോലെ ഒരു മൂന്നാറിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ടിപ്പം അവിടെ അടിമാലി എത്തി വിളിച്ചിരുന്നു, നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. മകളുടെ ഭർത്താവും കറങ്ങാൻ പോയാൽ നല്ല ഹാപ്പി. സ്വന്തം മകൻ്റെ ഭാര്യനും കൂടി കറങ്ങാൻ പോയിട്ട് ബേപ്പൂര് പോയി വന്നാൽ തള്ളാന്ന് പറയാം. അവിടെ തള്ള തന്നെ പറയാം, എന്ത് പറഞ്ഞിട്ട് കാര്യം, അവിടെ തള്ളാണ്. തള്ളൻ്റെ മോന്തയുടെ ഷേപ്പൊക്കെ മാറി. ചില വീടുകളിൽ എന്തും, ഞാൻ കുറ്റം പറയല്ല, ആ ഉമ്മമാരുടെ ആക്രിപത്ത് അവർ നോക്കണ്ടേ. ശരിക്കും എന്താ വേണ്ടെന്ന് പറയാം, എടാ മകനെ, നീ എന്താടാ കുട്ടിമോനെ, അല്ലെങ്കിൽ കുഞ്ഞപ്പം, അങ്ങനെ ഒരു പേരുണ്ടാവില്ല, മലപ്പുറം ജില്ലയിലേക്ക് അങ്ങനെ ഒരു പേരുണ്ട്. എടാ കുട്ടിമോനെ, നീ നിൻ്റെ ഭാര്യനെയും കൊണ്ട് തരാം മൂന്നാർ പോയിനോടാ, നീ മൂന്നാർ പോകണം, നിനക്ക് 5000 ഉറുപ്പിക എൻ്റെ വക സംഭാവന ഇടാൻ തരാം, ഭാര്യനെയും കൊണ്ട് ഒരു മൂന്നാറിലേക്ക് ഒരു 3 ദിവസത്തെ യാത്ര പോകണം നീ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാത്ത മകനെ പറഞ്ഞേക്കാ വേണ്ടത്. എന്നിട്ട് അതിന് പകരം ഒരു ബീച്ച് കാണാൻ പോയാൽ എന്നിട്ട് പറയും, എടാ എൻ്റെ പാപ്പ സൈതൽവാജി ഞാൻ കുറേ ബീച്ച് കാണാൻ പോയിട്ടല്ല നിങ്ങളൊന്നും ഉണ്ടായത്. അത് എല്ലാവർക്കും അറിയാം, അതല്ല. പക്ഷെ അതല്ല, മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് സംഗതികൾ അന്ന് ബീച്ച് ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ, അതായത് ബീച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ പൈസ ഉണ്ടായിരുന്നില്ല, അധ്വാനിക്കുന്ന തിരക്കിലായിരുന്നു വാപ്പ. ഇപ്പം അങ്ങനെയല്ല, അത്യാവശ്യത്തിന് പൈസ, സാമ്പത്തികമായ ഒരു ആവറേജ് അവസ്ഥയിലൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. പട്ടിണി പാവങ്ങളൊന്നും നമ്മുടെ ഇടയിൽ കുറവാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറവാണ്. അപ്പോൾ ഇവർ കുറച്ച് ലോകം കണ്ടോട്ടെ. അതിനെന്താ പ്രശ്നം? ഇസ്ലാമികമായ രീതിയിൽ പോകണം, ഇസ്ലാമികമായ കാര്യങ്ങൾ പാലിക്കണം. നിസ്കാരം കഥ ആക്കരുത്. ആ യാത്രയിൽ ബർക്കത്തുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് യാത്രകളൊക്കെ പോകണം. എന്നിട്ട് ചില വീടുകളിൽ ഭർത്താവും ഭാര്യയും കറങ്ങി വന്നാൽ അടുക്കളയിലെ പാത്രങ്ങളൊന്നും കഴുകാതെ അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഓള് വന്നിട്ട് കഴുകട്ടെ, ഓള് തെണ്ടാൻ പോയതല്ലേ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു ലാസ്റ്റ്. അങ്ങനെ ഉണ്ട് സാർ, അങ്ങനെ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മോനെ, ഭർത്താവിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 ആളും കൂടി പാത്രം കഴുകുക, വേണമെങ്കിൽ പാട്ടൊക്കെ അങ്ങോട്ട് പാടുക. അടുക്കളയിൽ ചെന്നിട്ട് എടി ആ പാത്രം അങ്ങോട്ട് എടുക്കി, എടി മറ്റേ ഇതിങ്ങോട്ട് എടുക്കുന്ന ഭർത്താവും ഭാര്യയും കൂടെ. അപ്പം ഉമ്മക്ക് വേണ്ടിയിരുന്നില്ല എന്നാവും. അപ്പം ഉമ്മ വന്നിട്ട് പറയും, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചെങ്കിൽ വെച്ചയായിരുന്നു, നാളെ രാവിലെ ഞാൻ തന്നെ അങ്ങ് കഴുകിക്കോളാം. വേണ്ട, ഞങ്ങൾ തന്നെ അങ്ങ് കഴുകിക്കോളാവേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്തേക്കണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉമ്മാൻ്റെ ആക്രിപത്ത് നോക്കേണ്ട ഈ മക്കള് പെൺകുട്ടികളെയും കെട്ടിക്കൊണ്ടുവന്ന മരുമക്കളെയും 2 കൊണ്ടുകൊണ്ട് കാണരുത്. അതേപോലെ ഞാൻ പറഞ്ഞു,
കെട്ടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികൾ മറ്റുള്ള വീടുകളിലെ ആളുകൾ, ഇളയമ്മ, അമ്മായി, മൂത്തമ്മ, അയൽവ ഇവരൊക്കെ വരുമ്പോൾ റൂമിൽ വാതിലടച്ച് റീൽസും തോണ്ടിയിരിക്കരുത്. എന്താണ് ഈ റീൽസിലുള്ള റീൽസ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫല്ല, അത് റിയൽ ലൈഫാണ്, വേറെയാണ്. എത്രയോ ആൾക്കാരുണ്ട്, ഞാൻ പറയുന്നതാണ്, എത്രയോ ആളുകളുണ്ട് റീലിൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ കറങ്ങാൻ പോകുന്ന വീഡിയോ ഇടുന്ന ആൾക്കാർ. എന്നിട്ട് അതിൻ്റെ താഴെ കുറേ പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കും, ഹൗ ഇങ്ങനെയുള്ള ജീവിതമായിരുന്നു ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത്. ഈ കറങ്ങാൻ പോകുന്ന ആൾക്കാരെ കണ്ടിട്ട്. അങ്ങനെ കറങ്ങാൻ പോയിട്ട് വീഡിയോസ് ഇടുന്ന വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ പലരും എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഇപ്പോൾ ഡൈവോഴ്സ്ഡ് ആണ്, ചിലർ ഡൈവോഴ്സ്ഡ് ആണ്. എന്നിട്ട് അത് കണ്ടിട്ടാണ് ഇവർ ഇങ്ങനെയാണ് ജീവിതം വേണ്ടതെന്ന് പറയുന്നത്. ഞാൻ തന്നെ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഞാനിപ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് നമ്മൾ നന്നായി പെരുമാറേണ്ടത് എന്ന് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. ആ വീഡിയോൻ്റെ താഴെ ചില പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കും, ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതിയാണെന്ന്. ഉറപ്പിക്കാൻ പറ്റുമോ? അല്ല പറ, ഉറപ്പിക്കാൻ പറ്റുമോ? ഞാനാ പറഞ്ഞത് ശരിയായിരിക്കും, ഞാൻ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ഞാൻ ചിലപ്പോൾ മോശപ്പെട്ട ആളാണെങ്കിലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് സ്റ്റാറ്റസ് ഇങ്ങനെ പാളി നോക്കുക ചില ആൾക്കാരുടെ പണി. എന്നിട്ട് മൂത്തമ്മാൻ്റെ മോന് ഓളയും കൊണ്ട് അവിടെ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ പ്രശ്നം മൊത്തം തേച്ചും കലമ്പൽ തന്നെ. അതൊക്കെ ഒന്ന് മാറിയിട്ട് റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നിച്ചിരുന്ന് ബാപ്പ, ഉമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരവസ്ഥ, ഒന്നിച്ചിരുന്ന് ഹൈറായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജമാഅത്തൊക്കെ നിസ്കരിച്ച്, അതേപോലെ തന്നെ കുറച്ച് ദിക്റും കുറച്ച് സ്വലാത്തും കുറച്ച് ഖുർആൻ പാരായണമൊക്കെ ചെയ്ത് ശുദ്ധമായ റമദാന വരുന്നത്. ഒരു നല്ല മനുഷ്യൻ, അള്ളാഹു നമ്മളോട് റസൂലിനോട് സംസാരിച്ചതാണ് ഖുർആൻ. അപ്പോൾ അതൊക്കെ ഒരു 3, 4, 5 ഒക്കെ കുറേ ഒന്നും വേണ്ട, ഒരു 5 ഖത്തമെങ്കിലും ചുരുങ്ങിയതൊക്കെ ഒന്ന് തീർത്ത്, ഒരു ഖത്തമ തീർക്കാത്തവരുണ്ടെങ്കിൽ ഈ മാസത്തിൽ 1 തീർക്കുക, അടുത്ത മാസം ഒരു 2 തീർക്കുക, എന്നിട്ട് റമദാനിൽ ഒരു 3 തീർക്കുക. എൻ്റെ പരിചയത്തിലുള്ള പലരും ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ, ഇന്നതുപോലെ നാടന്മാരായ ആളുകൾ, പണ്ഡിതന്മാർ കുറേ ഹൈർ ചെയ്യും. സാധാരണക്കാരായ ഡോക്ടേഴ്സ്, സൈക്കോളജി മേഖലയിലുള്ളവർ, ബിസിനസ് ചെയ്യുന്ന എന്നെപ്പോലെ നാടന്മാർ 10, 11, 12, 15 വരെ ഖത്മ് തീർക്കുന്നവർ, ഒരു ദിവസം 15 ജുസ് റമദാനിൽ ഓതുന്നവർ. എനിക്കറിയാം, പ്രായമുള്ളവരല്ല, ഏതായാലും പ്രായമുള്ളവരുണ്ടാവും, ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച ആൾക്കാർ, സാധാരണക്കാരായ ചെറുപ്പക്കാരായ ആളുകൾ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളങ്ങനെ ഓതാറുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമാണ് അതൊക്കെ. അപ്പം അങ്ങനെ ഹൈറൊക്കെ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവണം. മക്കളെ എപ്പോഴും മാതൃകയാക്കേണ്ടത് റസൂലിനെ ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മക്കൾക്ക് ചെറിയ പ്രായം മുതൽ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാരനെ അവൻ മാതൃകയാക്കും, പിന്നെ അവൻ്റെ മുടി നീണ്ടുപോകും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ റസൂലുള്ളാഹിനെ മാതൃകയാക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമാ താരത്തെ മാതൃകയാക്കിയിട്ടുണ്ടാവും, ഡ്രസ്സ് അതിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും, പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ റസൂലിനെ മാതൃകയാക്കാത്തത് കൊണ്ടാണ്. ഫീഹി ഉസ്വത്തുൻ ഹസന എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ഏതായാലും കുറേ പണ്ഡിതന്മാരൊക്കെ ഉള്ള കുറേയൊക്കെ നല്ല കാരണവന്മാരും സരസിലും നേരത്തെ കുറേ നജീബ് ഉസ്താദ് അടക്കമുള്ള കുറേ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ മറ്റു ഉസ്താദന്മാരൊക്കെ സ്റ്റേജിലുണ്ട്, സരസിലും ഉസ്താദന്മാരുണ്ട്, താലിമികളുണ്ട്, നല്ല കാരണവന്മാരുണ്ട്. ഒരു നല്ലൊരു ബറക്കത്തുള്ള കുടുംബമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലേ? അങ്ങനെ ആവട്ടെ, അല്ലാഹു തആല അങ്ങനെ താക്കി തരുമാറാവട്ടെ. ഹാഷ് പോസ്റ്റ് പരിപാടികളും ആളുകൾ കാണാൻ വേണ്ടി കുറേ എന്തൊക്കെയോ നടത്തിക്കൂട്ടുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അൽഹംദുലില്ലാ, ഈ നല്ല ഒരു കുടുംബ സംഗമം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ മൊബൈൽ അഡിക്ഷൻ, ഗാഡ്ജറ്റ് അഡിക്ഷൻ, അതേപോലെ തന്നെ മാനസികമായിട്ട് അകന്നു പോകുന്ന ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ കാലം മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗാക്കി കൊടുക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ച കുറേ ആൾക്കാരുണ്ട്, അവരുടെ ഫലം അല്ലാഹു തആല അളവറ്റ ഫലം അല്ലാഹു അവർക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എപ്പം മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബിനെ കണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി മരിക്കാനുള്ള നല്ല തൗഫീഖ് അല്ലാഹു, ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ദ്വാരന്നുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.